Hi friends, here I am with the 2022 JEE Advanced question paper. We are going to solve Physics paper 1. Physics paper 1 section 2 ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 1 ഞാൻ ഓൾറെഡി സോൾവ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെ മാർക്കിംഗ് സ്കീമിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ 1 or more than 1 ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിവ. മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കൂ, കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എ മീഡിയം ഹാവിംഗ് ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K greater than 1 fills the space between the plate of a parallel plate capacitor. Here is the capacitor given. Look at it. The plate have a large area and the distance between them is D. The plate distance is D. The capacitor is connected to battery of voltage V as shown in the figure A. Now, both the plates are moved by distance D by 2 on both sides. See, D by 2 from the original position as shown in the figure B. In the process of going from the configuration depicted in the picture A to that in the figure B, which of the following statements are correct? എന്തിനെ കുറിച്ചൊക്കെയാണ് ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കിയേ. The electric field inside the dielectric material is reduced by a factor of 2K. ഈ കോൺഫിഗറേഷനിൽ നിന്ന് ഈ കോൺഫിഗറേഷനിലേക്ക് പോകുമ്പോൾ ഇതിലെ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ആകും. എത്ര റെഡ്യൂസ് ആവും എന്ന് ചോദിച്ചാൽ 2K റെഡ്യൂസ് ആവുന്ന പറഞ്ഞേ. 2K ഫാക്ടർ റെഡ്യൂസ് ആവുന്നു. അത് ചെക്ക് ചെയ്യാം നമുക്ക്. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ഒന്ന് വായിക്കാം. കപ്പാസിറ്റൻസ് ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ 1 divided by K plus 1. അപ്പൊ കപ്പാസിറ്റൻസിന് എന്ത് സംഭവിച്ചു നോക്കണം. വോൾട്ടേജ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ K plus 1. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇല്ലേ. നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് ഈ ബാറ്ററിക്ക് ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടാണുള്ളത്. അതുകൊണ്ട് അതിലെ വോൾട്ടേജിന് മാറ്റം ഉണ്ടാകില്ല. അപ്പം ഈ ഓപ്ഷൻ തെറ്റാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഡി, ലാസ്റ്റ് ഓപ്ഷൻ നോക്കാം. The work done in the process does not depend on the presence of dielectric material. അപ്പോൾ ഓരോ ഓപ്ഷനും സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ ചെയ്തു നോക്കാൻ പോവുകയാണ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ. The electric field inside the dielectric material is reduced by a factor 2K. എന്നത് ശരിയാണോ തെറ്റാണോ ചെക്ക് ചെയ്യാം. പിക്ചർ എയിൽ ഫിഗർ എയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കുക. ആ ഇയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? നമുക്കറിയാം E is equal to V by D ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. V by D. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, V is the potential drop, D is the separation. ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനിയും ഈ കോൺഫിഗറേഷനിൽ നിന്ന് ഈ കോൺഫിഗറേഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഡാഷ് ആയെന്ന് വിചാരിക്കുക. ഇ ഡാഷ്. അപ്പൊ ഈ വാക്വം പ്ലേസിലെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E0 എന്ന് എടുക്കുന്നു. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാക്വം സ്പേസിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ എയർ ഉള്ള സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് എടുക്കുന്നു. വാക്വം സ്പേസിലെ ഇലക്ട്രിക് ഫീൽഡ് E0 ആണെങ്കിൽ ഈ ഡൈഇലക്ട്രിക്കിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 by K ആണെന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കണം. എന്ന് പറഞ്ഞാൽ E ഡാഷ് ഈസ് ഈക്വൽ ടു E0 by K ആണെന്നുള്ള കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇനിയും നോക്കൂ, ഇപ്പോഴും ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? ഡി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്? ഡി അല്ല, വി. എന്തുകൊണ്ടാണ് വി മാറാത്തത്? സ്റ്റിൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സെയിം ബാറ്ററി. ഓക്കെ, ദെർഫോർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വി. ഇനീഷ്യലിയും ഇത് വി തന്നെയായിരുന്നു. സി, ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വി. അപ്പൊ ഈ വി എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാവോ? വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം E0 ഇൻറ്റു ഡി ബൈ 2 ഡിസ്റ്റൻസ് പ്ലസ് ഇ ഡാഷ് ഇൻറ്റു സെപ്പറേഷൻ ഡി പ്ലസ് E0 ഇൻറ്റു ഡി ബൈ 2 എന്ന് എഴുതാം. ഇനി E0 ഇൻറ്റു ഡി ബൈ 2 പ്ലസ് E0 ഇൻറ്റു ഡി ബൈ 2 നമുക്ക് എങ്ങനെ എഴുതാം? E0 ഡി എന്ന് എഴുതാം. E0 ഡി. ദെൻ ഇ ഡാഷ് എന്ന് പറഞ്ഞാൽ E0 by K ആണെന്ന് നമുക്കറിയാം. ദെർഫോർ ഇ ഡാഷിന് ഞാൻ E0 by K എന്ന് എഴുതുന്നു. ദർ ഇസ് എ ഡി സിറ്റിംഗ് ദർ. ദെൻ കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്? E0 ഡി നമുക്ക് കോമൺ ഔട്ട് ചെയ്യാം. ദെൻ വി ഗെറ്റ് 1 plus 1 by K. LCM എടുത്തിട്ട് ചെയ്യുമ്പോൾ K plus 1 ഡിവൈഡഡ് ബൈ K എന്ന് വരും. K plus 1 ഡിവൈഡഡ് ബൈ K. നമുക്കിവിടെ E0 by Kയുടെ ഇക്വേഷൻ ഞാൻ എഴുതുക. E0 by K എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. കാരണം എന്താ? E0 by K എന്ന് പറയുന്നത് ഇ ഡാഷ് ആണെന്ന് നമുക്കറിയാമല്ലോ. Therefore, E0 by K can be written as
വി ഡിവൈഡഡ് ബൈ ഡി ഇൻറ്റു കെ പ്ലസ് വൺ എന്ന് എഴുതാം. ഇനി ഇത് നോക്കിയേ, വാട്ട് ഈസ് വി ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് എന്താ? വി ഡിവൈഡ് ബൈ ഡി എന്ന് പറയുന്നത് ഫിഗർ എയിലെ ഇലക്ട്രിക് ഫീൽഡാണ് അല്ലേ? ദെയർഫോർ അതുപോലെ വാട്ട് ഈസ് ഇ സീറോ ബൈ കെ? ഇ സീറോ ബൈ കെ എന്ന് പറയുന്നത് ഇ ഡാഷുമാണ്. അപ്പോൾ ഇ സീറോ ബൈ കെക്ക് പകരം ഞാൻ ഇ ഡാഷ് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തോ ഇല്ലയോ? ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ബൈ എ ഫാക്ടർ കെ പ്ലസ് വൺ. ഇവിടെ പറയുന്നത് എന്താ? ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ബൈ എ ഫാക്ടർ 2k എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഫാക്ടർ പറഞ്ഞത് തെറ്റാണ്. 2k അല്ല, കെ പ്ലസ് വൺ ഫാക്ടറിലാണ് റെഡ്യൂസ് ചെയ്ത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. ഇനിയും അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഇവിടെ പറയുന്നത് എന്താ? ദ കപ്പാസിറ്റൻസ് ഈസ് ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ. ഫിഗർ എയിലെ കപ്പാസിറ്റൻസ് എത്രയാണെന്ന് നമുക്ക് വിചാരിക്കാം? സി ആണെന്ന് വിചാരിക്കാം. കപ്പാസിറ്റൻസ് സി. അപ്പോൾ സി എങ്ങനെ എഴുതാം? കെ സി സീറോ എന്ന് എഴുതാം. വേർ സി സീറോ ഇസ് ദ വാക്വം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എയർ ആണ് മീഡിയം എങ്കിലത്തെ കപ്പാസിറ്റൻസ് സി സീറോ ആണ്. നിങ്ങൾ ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് കെ ടൈംസ് കൂടും എന്ന് നമുക്കറിയാം. കെ സി സീറോ. സി ഈസ് ഈക്വൽ ടു കെ എപ്സിലോൺ നോട്ട് എ ബൈ ഡി ആണെന്ന് നമുക്കറിയാം. കെ എപ്സിലോൺ നോട്ട് എ ബൈ ഡി ബിക്കോസ് സി സീറോ ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ബൈ ഡി. ഇനിയും ഈ കപ്പാസിറ്ററിന്റെ അല്ലെങ്കിൽ ഫിഗർ ബിയിലെ ന്യൂ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് സി ഡാഷ് ആണെന്ന് വിചാരിക്കാം. സി ഡാഷ്. അത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, ഒരു കപ്പാസിറ്ററിൽ ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസ് എത്ര വരും എന്ന് ചോദിച്ചാൽ, ടി ആണ് തിക്നെസ് എങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാമല്ലോ. കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി പ്ലസ് ടി ബൈ കെ എന്നുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ഏതാണ് സിറ്റുവേഷൻ? ഒരു കപ്പാസിറ്ററിൽ ടി തിക്നെസ് ഉള്ള ഒരു ഡൈലക്ട്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്നത് 2D ആണ്. ശ്രദ്ധിക്കൂ, 2D സെപ്പറേഷൻ ഈസ് 2D. ടി എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ. അപ്പോൾ ഈ സി ഡാഷ് നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് മീ റൈറ്റ് സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ അതുപോലെ എഴുതി ഡിയുടെ സ്ഥാനത്ത് എന്ത് എഴുതണം? 2D മൈനസ് തിക്നെസ് ഓഫ് ദിസ് ഡൈലക്ട്രിക്. വാട്ട് ഈസ് ദ തിക്നെസ്? ടി. ഡി പ്ലസ് ടി ബൈ കെ എന്നുള്ളത് ഡി ബൈ കെ എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എപ്സിലോൺ നോട്ട് എ ഒന്നും ചെയ്തിട്ടില്ല, അതുപോലെ എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ഡി ബൈ കെ. ഡി നമുക്ക് കോമൺ ഔട്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ്? സി ഡാഷ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എ, കെ കൂടെ മുകളിലോട്ട് പോയി, കെ എപ്സിലോൺ നോട്ട് എ പ്ലസ് കെ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ എന്ന് വന്നു. ഒരു ഡി ഉണ്ട്, നമ്മൾ കോമൺ ഔട്ട് ചെയ്ത ഡി യു ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ നിങ്ങൾ, കെ എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് പറയുന്നത് ഫിഗർ എയിലെ കപ്പാസിറ്റൻസ് ആണ് അല്ലേ? ദെയർഫോർ സി ഡാഷ് ക്യാൻ ബി റിട്ടൺ ആസ് സി ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ എന്ന് എഴുതാം. സി ഡിവൈഡ് ബൈ കെ പ്ലസ് വൺ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാം. ദ കപ്പാസിറ്റൻസ് ഈസ് ഡിക്രീസ് ബൈ ദ ഫാക്ടർ ഓഫ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ബി എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ബി അല്ല, സി. ബി നമ്മൾ ചെയ്തു കഴിഞ്ഞു, സിയിലേക്ക് പോവുകയാണ്. വോൾട്ടേജ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ കെ പ്ലസ് വൺ. ഒറ്റ നോട്ടത്തിൽ പറയാം, ഇതും ഈ രണ്ട് ഫിഗറും അല്ലെങ്കിൽ രണ്ട് കോൺഫിഗറേഷനും ഒരേ ബാറ്ററിക്ക് അക്രോസ് ആണ് ഉള്ളത് അല്ലേ? ദെയർഫോർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലേറ്റ് ഈസ് വി ഇൻ ബോത്ത് കേസ്. ഓക്കെ, വി. ദെയർഫോർ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. ഇനി ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. ഏതാണെന്ന് നോക്കാം നമുക്ക്. ദ വർക്ക് ഡൺ ഇൻ ദ പ്രോസസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ഡൈലക്ട്രിക് മീഡിയം. ഈ പ്ലേറ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ ഏജന്റ് വർക്ക് ചെയ്യണം, വേണ്ടേ? ചെയ്യണം. അപ്പോൾ അത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ഡൈലക്ട്രിക് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് ചെയ്തു നോക്കാം. നോക്കി, ആക്ച്വലി ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഡൂയിങ് വർക്ക്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബാറ്ററി. Therefore battery also does work. സാധാരണ നമ്മൾ എഴുതുന്നത് എന്താ? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് സിമ്പിളി എഴുതും ഇല്ലേ? ഇവിടെ അത് പറ്റില്ല. കാരണം ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബാറ്ററി. Therefore battery also does work. That also taken care. ഞാൻ സിമ്പിളി വർക്ക് എനർജി തിയറി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്താണ്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഈ പ്ലേറ്റിലെ എല്ലാ ഫോഴ്സും ചെയ്യുന്ന വർക്കിന്റെ സം
ആ പ്ലേറ്റിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കണം. ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയേ. വർക്ക് ഈസ് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് പ്ലസ് വർക്ക് ഈസ് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കപ്പാസിറ്റർ പ്ലസ് വർക്ക് ഈസ് ഡൺ ബൈ ബാറ്ററി. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ ഈ 3 ഫോഴ്സസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഓൾ ദ വർക്ക് ടുഗദർ മസ്റ്റ് ഗിവ് യു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇസ്ന്റ് ഇറ്റ്? ഇനി വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ആണ് നമുക്ക് വേണ്ടത്. എക്സ്റ്റേണൽ ഏജന്റ് പ്ലസ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം ആയിരിക്കും. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ല, നെഗറ്റീവ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം മൈനസ് ഡെൽറ്റ യു പ്ലസ് വർക്ക് ഡൺ ബൈ ബാറ്ററി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ പ്ലേറ്റ്. കൈനറ്റിക് എനർജി ഇനീഷ്യലിയും ഫൈനലിയും 0 ആണ്. ദെർഫോർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ പ്ലേറ്റ് ഈസ് ഈക്വൽ ടു 0. എനിക്കിവിടെ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് മാത്രം മതി. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജന്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ യു മൈനസ് വർക്ക് ഡൺ ബൈ ബാറ്ററി. അപ്പം ഞാൻ ഇത് രണ്ടും കണ്ടുപിടിക്കണം. ഡെൽറ്റ യു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റവും അതുപോലെ വർക്ക് ഡൺ ബൈ ദ ബാറ്ററിയും കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആൻസറിലെത്താം. ഓക്കെ, സെപ്പറേറ്റ്ലി ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യമേ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഡെൽറ്റ യു. ഹൗ വിൽ യു റൈറ്റ്? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് സി ഡാഷ് വി സ്ക്വയർ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഹാഫ് സി വി സ്ക്വയർ. ഈ സി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാവുന്നത്. സി, ലെറ്റ് മീ റൈറ്റ് ഹിയർ. സി ഡാഷ് ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സി ഡിവൈഡ് ബൈ കെ പ്ലസ് 1. അപ്പോൾ നമുക്ക് കോമൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കോമൺ ഔട്ട് ചെയ്യാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ കോമൺ ഔട്ട് ചെയ്യാം. ഹാഫ് സി വി സ്ക്വയർ. പിന്നെ ഇവിടെ വരുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 മൈനസ് 1 എന്ന് വന്നു. എൽ സി എം എടുത്തിട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ഇൻറ്റു മൈനസ് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. അപ്പോൾ എനിക്ക് ഡെൽറ്റ യു കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ യു ഐ ഫൗണ്ട്. ഇനി വർക്ക് ഡൺ ബൈ ബാറ്ററി കൂടെ കണ്ടുപിടിക്കണം. ലെറ്റ് മീ ഫൈൻഡ് വർക്ക് ഡൺ ബൈ ബാറ്ററി. ഹൗ മച്ച് ഈസ് ദ വർക്ക് ഡൺ ബൈ ബാറ്ററി? വർക്ക് ഡൺ ബൈ ബാറ്ററി വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് ദ ബാറ്ററി ഇൻറ്റു ചാർജ് ബീങ് സെൻഡ് ഡെൽറ്റ ക്യൂ. വി ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ക്യൂ ഡാഷ് മൈനസ് ക്യൂ. എന്താണ് ഈ ക്യൂ ഡാഷും ക്യൂ എന്ന് മനസ്സിലായോ? ക്യൂ ഡാഷ് എന്ന് പറയുന്നത് ഫൈനൽ കോൺഫിഗറേഷനിലെ ചാർജും ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ കോൺഫിഗറേഷനിലെ ചാർജും. ഓക്കെ, പോസിറ്റീവ് പ്ലേറ്റിൽ ഞാൻ ഈ ചാർജ് കാണിക്കാം. ക്യൂ ഡാഷ് മൈനസ് ക്യൂ, അതാണല്ലോ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത്. ദെൻ ലെറ്റ് us further proceed. ദാറ്റ് ഈസ് ഈക്വൽ ടു വി അങ്ങനെ തന്നെ എഴുതി. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദ ബാറ്ററി ഓർ ഇ എം എഫ് ഓഫ് ദ ബാറ്ററി. ക്യൂ ഡാഷിനെ സി ഡാഷ് വി എന്ന് എഴുതാം മൈനസ് ക്യൂവിനെ സി വി എന്ന് എഴുതാം. ഇല്ലേ? വിയുടെ പുറത്തേക്ക് വരും. സി ഡാഷിലെ സി ഡാഷ് എന്ന് പറഞ്ഞാൽ സി ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ആണല്ലോ. അപ്പോൾ സി വി സ്ക്വയർ പുറത്തിടാം. പിന്നെ വരുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 മൈനസ് 1 എന്ന് വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു സി വി സ്ക്വയർ ഇൻറ്റു മൈനസ് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇനി ഈ രണ്ടെണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്യണം. സി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഡെൽറ്റ യു ആഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഫർദർ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ഇൻറ്റു മൈനസ് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 മൈനസ് ഓഫ് മൈനസ്. ലുക്ക് ഹിയർ, ഈ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. ദെർഫോർ പ്ലസ് സി വി സ്ക്വയർ ദെൻ കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. ഇത് സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. യു വിൽ ഗെറ്റ് ഫൈനൽ ആൻസർ ഹാഫ് സി വി സ്ക്വയർ കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. Therefore, this is the work done. This is the work done by external agent. Does it depends on the presence of capacitor? I mean dielectric. Of course, K യുടെ ടൈം ഇവിടെ കാണുന്നുണ്ട്. Therefore, it depends on the presence of dielectric. എന്ന് പറഞ്ഞാൽ ഡയലക്ട്രിക് ഇല്ല എങ്കിൽ ചെയ്യേണ്ട വർക്കും ഡയലക്ട്രിക് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട വർക്കും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് the work done in the process does not depend on the presence of dielectric എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഒരൊറ്റ ഓപ്ഷനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇല്ലേ? ഏതാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ? ദ കപ്പാസിറ്റൻസ് ഡിക്രീസസ് ബൈ എ ഫാക്ടർ 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 എന്ന് പറഞ്ഞ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. ബാക്കി ഓപ്ഷൻസ് എല്ലാം തെറ്റാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th ക്വസ്റ്റ്യൻ. ഇത് ഒരു നെറ്റ്വർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ. ദ ഫിഗർ ഷോസ് ദ സർക്യൂട്ട് ഹാവിംഗ് 8 റെസിസ്റ്റൻസ് ഓഫ് 1 ohm each labeled
R1 to R8 and two ideal batteries with voltage E1 is equal to 12 volt, E2 is equal to 6 volt. ഇവിടെ പറയുന്നത് എന്താ? റെസിസ്റ്റൻസ്, എല്ലാ റെസിസ്റ്റൻസും R ഈസ് ഈക്വൽ ടു 1 ഓം ആണെന്ന് പറയുന്നുണ്ട്. E1 എത്രയാണെന്ന് തന്നിട്ടുള്ളത്? 12 എന്ന് തന്നിട്ടുണ്ട്. E2 എത്ര തന്നിട്ടുണ്ട്? 6 എന്നും തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് എല്ലാം ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ആണ്. 8 റെസിസ്റ്റൻസ് ഉണ്ട്, 8നും ഒരേ വാല്യൂ ആണ്, 1 ഓം ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ബാറ്ററി നോക്കി, E1 E2 ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ഈ R6 കണക്ട് ചെയ്ത പോലെ തന്നെയാണ് R5 കണക്ട് ചെയ്തിട്ടുള്ളത്. നോക്കൂ, ബാറ്ററിയുടെ E2വിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട്. ഇനി R1ഉം R8ഉം ഒരുപോലെയല്ലേ കണക്ട് ചെയ്തിട്ടുള്ളത്? നോക്കി, E1ൻ്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് R1 കണക്ട് എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെയാണ് R2 R8 കണക്ട് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന്, ഈ പോയിന്റിനെ ഞാൻ 1 എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഈ 1ൽ നിന്ന് 2വിലേക്ക് പോകുമ്പോൾ ഈ പാത്തും സിമിലർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് സിമെട്രി ഉണ്ട്. പാത്ത് സിമെട്രി ഉണ്ടെങ്കിൽ അതിലെ കറസ്പോണ്ടിങ് പോയിന്റിന് ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ. ആ പോയിന്റിനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നു? 3 എന്ന് വിളിക്കുന്നു. അതിനെ 3 എന്ന് വിളിച്ചാൽ ഇതിനെയും ഞാൻ 3 എന്ന് തന്നെ വിളിക്കുന്നു, ബിക്കോസ് ദേ ആർ സിമിലർ പോയിന്റ്. ഓക്കെ, ഈ നടുക്കുള്ള പോയിന്റിനെ ഞാൻ O എന്നോ 0 എന്നോ സംതിങ് ഐ വിൽ കോൾ. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പോയിന്റുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഇതിനെ ഫോൾഡ് ചെയ്യാം എബൌട്ട് ദിസ് ലൈൻ. അപ്പോൾ ഈ ബ്രാഞ്ച് നമുക്ക് ഈ അപ്പർ ബ്രാഞ്ചോട് ഫോൾഡ് ചെയ്യാം. അപ്പം ഈ R6ഉം R5ഉം പാരലാവും. മനസ്സിലാക്കുക, R6നോട് R5 പാരലാവും, R2വിനോട് R4 പാരലാവും, അതുപോലെ R1നോട് R8ഉം പാരലാവും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം കിട്ടും. അങ്ങനെയുള്ള ഡയഗ്രാം ഞാൻ ഓൾറെഡി പ്രീ ഡ്രോൺ ചെയ്തിട്ടുണ്ട്. നോക്കൂ കുട്ടികളെ, ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കിക്കേ. ഇത് ഏതൊക്കെയാണ്? ഇവിടെയുള്ള ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, അതിനോട് ഇത് ജോയിൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് ഇതിന് 1 ഓമുള്ള 2 റെസിസ്റ്റേഴ്സ് പാരലാണ്. അപ്പോൾ ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയായി? 1/2 ഓം ആയി. സോ ഇസ് ദ കേസ് ഹിയർ. ഇതിന്റെ റെസിസ്റ്റൻസ് 1/2. ഇവിടുത്തെ റെസിസ്റ്റൻസും എത്രയാണ്? 1/2. ഓക്കെ, 1/2. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ ഒന്നും സൂപ്പർപോസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്തപ്പം ഇതിന്റെ മുകളിൽ ഒന്നും വന്നിട്ടില്ല, അല്ലേ? അതുകൊണ്ട് ഇതിന്റെ റെസിസ്റ്റൻസ് 1 തന്നെയാണ്, ഇതിന്റെ റെസിസ്റ്റൻസും 1 തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, ഈ റെസിസ്റ്റൻസും സീരീസിലല്ലേ? അപ്പൊ ഇത് രണ്ടും കൂടെ എനിക്ക് ജോയിൻ ചെയ്യാം. 1ഉം 1/2, 1.5. അതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത് 3/2 എന്ന് ഞാൻ എഴുതുന്നു, 1.5. സിമിലർലി ഈ റെസിസ്റ്റൻസും സീരീസിലാണ്. ഈ റെസിസ്റ്റൻസിൽ കൂടെ കടന്നു പോകുന്ന അതേ കറണ്ടാണ് ഈ റെസിസ്റ്റൻസിൽ കൂടെ തിരിച്ച് ബാറ്ററിയിലോട്ട് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എത്രയായി? 3/2 ആയി. അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ റെസിസ്റ്റൻസ് ഇല്ല, ഇവിടെയും റെസിസ്റ്റൻസ് ഇല്ല. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അവിടുത്തെ റെസിസ്റ്റൻസ് 1/2 ആണ്. 1/2. ഇനിയും നമുക്ക് കറണ്ട്, ഇതിൽ കൂടെയുള്ള കറണ്ട് I1 ആണെന്ന് വിചാരിക്കുക. കോൾ ഇറ്റ് I1. ഇതിൽ കൂടെയുള്ള കറണ്ട് I2 ആണെന്ന് വിചാരിക്കുക. ഈ ബ്രാഞ്ചിൽ കൂടെയുള്ള കറണ്ട് I3 ആണെന്ന് വിചാരിക്കുക. ഡയറക്ഷൻ ഇമ്മെറ്റീരിയലാണ്. ഞാനെല്ലാം ഈ ജംഗ്ഷനിലേക്ക് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഈ ജംഗ്ഷന്റെ പേരെന്തായിരുന്നു? നമ്മൾ പേര് കൊടുത്തായിരുന്നല്ലോ. ഇതിന് 1 എന്ന് കൊടുത്തു, ഇതിന് 2 എന്ന് കൊടുത്തു, ഇത് 3 ആണ്, അല്ലേ? അപ്പം എല്ലാ കറണ്ടും 3 എന്ന ജംഗ്ഷനിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണിച്ചു. 1, 2, 3. ലെറ്റ് മീ ഡു ദാറ്റ്. 1, 2, 3. ഇനിയും അൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് അറിയാം. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് 3 എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ V നമുക്ക് കണ്ടുപിടിക്കാം. വി ക്യാൻ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ V. എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം നമുക്ക്. ലെറ്റ് us ഡു ദാറ്റ്. അവർ ഐഡിയ ഈസ് I1 പ്ലസ് I2 പ്ലസ് I3 ഈസ് ഈക്വൽ ടു 0. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് എഴുതണം, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എഴുതണം, ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എഴുതണം. ഈ ബാറ്ററിയുടെ EMF 12 അല്ലേ? ദിസ് ഈസ് ഈക്വൽ ടു 12. ക്വസ്റ്റ്യനിലുണ്ട് ദിസ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്, ആർബിട്രറി പോയിന്റ് എടുത്തിട്ട് അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആയിട്ട് എഴുതുക. ലെറ്റ് മീ പുട്ട് ദിസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 12 കൂടുതലായിരിക്കും 0 ആയി കഴിഞ്ഞു. ദെയർഫോർ പൊട്ടൻഷ്യൽ ഹിയർ ഈസ് 12. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 6 കൂടുതലായിരിക്കും. 12നെ കഴിഞ്ഞും 6 കൂടുതൽ എന്ന് പറഞ്ഞാൽ 18.
അപ്പം 4 നോഡുള്ളതിൽ 1 2 3 4 4 നോഡുകളുള്ളതിൽ ഒരു നോഡിലെ പൊട്ടൻഷ്യൽ മാത്രം നമുക്കറിയില്ല, ബാക്കിയുള്ള നോഡിലെ എല്ലാം അറിയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. I1 + I2 + I3 = 0. I1 എങ്ങനെ എഴുതാം? 18 - V, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. 18 - V ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാ? 3/2 പ്ലസ് ദെൻ I2 ഞാൻ എഴുതാൻ പോവുകയാണ്. I2 എഴുതാൻ വേണ്ടി 12 - V, 12 - V ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? അവിടെ 1/2 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് 0 - V ഡിവൈഡഡ് ബൈ 3/2. ഈ കറണ്ട് എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എത്ര കിട്ടണം? 0 കിട്ടണം. ഞാൻ 18 - V എന്ന് എഴുതിയത് കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കൂ. കറണ്ട് ഇത് ഇങ്ങോട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ. ഇവിടെയും ഹയർ മൈനസ് ലോവർ. കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ വാട്ട് മൈനസ് വാട്ട് എന്ന് തീരുമാനിക്കുന്നത്. നമുക്ക് അപ്പുറത്ത് 0 ആയതുകൊണ്ട് 2 എല്ലായിടത്തു നിന്നും കളയാം, അല്ലേ? 2 എല്ലായിടത്തു നിന്നും കളയാം. ഇനി ത്രൂ ഔട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ 3 പോകും. ഇവിടെ ഒരു 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 3യും പോകും. Therefore, this equation is going to be multiplied by 3. What you will get? 18 - V, ശരിയല്ലേ? പ്ലസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 36 - 3V മൈനസ് V ഈസ് ഈക്വൽ ടു 0. ഇനിയും 5V ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 36 18, അല്ലേ? 54 എന്ന് കിട്ടി. ഇതിൽ നിന്ന് അൺനോൺ നോഡിലെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. V is equal to 54 ഡിവൈഡഡ് ബൈ വാട്ട്? 5. എന്തിനാണ് ഈ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചതെന്നറിയാമോ? ഈ പൊട്ടൻഷ്യൽ ഇവിടുത്തെ കണ്ടുപിടിക്കുവാണ്. ഈ I1ഉം I2ഉം I3യും നമുക്ക് കണ്ടുപിടിക്കാം. V ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ I1 കിട്ടും. ഈ ഇക്വേഷൻ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ I2 കിട്ടും. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ I3യും കിട്ടും. അവ ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. I1, I2, I3 കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. I1 എങ്ങനെ കണ്ടുപിടിക്കാം? I1 equal to, look here, I1 is equal to 18. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 18 ആയിരുന്നല്ലോ. 18 ഇവിടെ എത്രയാ കിട്ടിയേ? 54 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 18 മൈനസ് 54 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ 3/2. അപ്പം മൾട്ടിപ്ലൈഡ് ബൈ 2/3. ഇത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ കാൽക്കുലേഷൻ. യു വിൽ ഗെറ്റ് 4.8 എന്ന് കിട്ടും. 4.8 ampere is the current. Now, similarly, I am going to find I2. How will I find I2? I2 is the current flowing through here. So, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 12 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 12 മൈനസ് 54 ബൈ 5 ഡിവൈഡഡ് ബൈ 1/2. ഡിവൈഡ് ബൈ 1/2നെ ഇൻറ്റു 2 എന്ന് എഴുതാം. അത് ചെയ്യുമ്പോൾ നമുക്ക് 4.4 അല്ല 2.4 എന്ന് കിട്ടും. 2.4 ആംപിയർ എന്ന് കിട്ടും. നൗ I3 കൂടെ കണ്ടുപിടിക്കാം. I3 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം I1 + I2 + I3 0 അല്ലേ? അപ്പോൾ നമുക്ക് I3 എന്ത് കണ്ടുപിടിക്കാം? എന്തെഴുതാം? മൈനസ് ഓഫ് I1 + I2 എന്ന് എഴുതാം. കാരണം ഇത് മൂന്നൂടെ ആഡ് ചെയ്താൽ 0 കിട്ടണമെന്ന് നമുക്കറിയാം. Therefore it is മൈനസ് ഓഫ് 7.2 എന്ന് കിട്ടി. മൈനസ് ഓഫ് 7.2. ഇനി ഈ കറണ്ട് എല്ലാം ഞാനിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണിച്ചു. ഇതിലെ കറണ്ടും ഇതിലെ കറണ്ടും ഇതിലെ കറണ്ടും ഞാൻ കാണിച്ചു. ഈ കറണ്ട് നമുക്ക് എന്താ കിട്ടിയേ? മൈനസ് 7.2 എന്ന് പറഞ്ഞാൽ I3 ഈസ് ഫ്ലോയിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ ഇങ്ങനെയാണ് അസ്യൂം ചെയ്തത് I3. അപ്പോൾ അത് നമുക്ക് മൈനസ് 7.2 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം I3 ഈസ് ഫ്ലോയിങ് ലൈക്ക് ദാറ്റ് എന്നാണ്. ഇനി എന്ത് ചെയ്യണം? ഈ കറണ്ടിനെ ഈ യഥാർത്ഥ ഡയഗ്രത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് ആക്ച്വലി 2 റെസിസ്റ്റൻസ് അല്ലേ? ഇതോടെ കൂടുന്നതല്ലേ? ഓക്കെ, അപ്പോൾ ആ 2 റെസിസ്റ്റർ കൂടെയുള്ള കറണ്ട് ടുഗദർ ആണ് 4.8 എന്നുള്ളത്. അപ്പോൾ ഇതിലെ എത്ര എന്ന് നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദ കറണ്ട് ത്രൂ ഹിയർ? കറണ്ട് ത്രൂ ഹിയർ ഈസ് ഹാഫ് ഓഫ് ദാറ്റ്, 2.4. ഹിയർ ഓൾസോ ഇറ്റ് ഈസ് 2.4. ദെൻ വാട്ട് ഈസ് ദ കറണ്ട് ഹിയർ? 2.4 എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ 2.4 എന്നുള്ളത് 2 ബ്രാഞ്ചായിട്ട് പിരിയും അല്ലേ? അപ്പോൾ ഈ ബ്രാഞ്ചിൽ ഹൗ മച്ച് യു വിൽ ഗെറ്റ്? 1.2. ഇവിടെയും 1.2. ഇനി നിങ്ങൾ നോക്കി, ഇവിടെ I1 കറണ്ട് ആണ്. I1 കറണ്ട് ഇതിൽ കൂടെ എത്ര കറണ്ട് ആണെന്ന് ചോദിച്ചാൽ I1 എത്ര ആയിട്ട്? 4.8 അല്ലേ? Therefore 4.8. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയും ഈ 7.2 ഇത് ഇങ്ങോട്ടാണ്.
ഇവിടെ നിങ്ങോട്ട്. അപ്പോൾ ഇവിടെ നിങ്ങോട്ടായിരിക്കും വരിക, അറിയില്ലേ? അപ്പോൾ അത് 7.2ന്റെ പകുതി 3.6. ഇതും ഇവിടെ നിങ്ങോട്ട് 3.6. അപ്പോൾ ഇതാ 3.6ഉം 3.6 കൂടെ ആഡ് ചെയ്ത് 7.2 എന്ന് വരും. അപ്പം ഞാൻ എല്ലാ ബ്രാഞ്ചിലെയും കറണ്ട് കാണിച്ചു, 8 ബ്രാഞ്ചിലെയും കറണ്ട് കാണിച്ചു. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് കിടക്കാം. ഓപ്ഷൻ നോക്കി ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് എന്താണ് പറയുന്നത് നോക്കാം. നോക്കൂ, ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് ഫ്ലോയിങ് ഇൻ R1 ഈസ് 7.2. R1 എടുക്കൂ, ദിസ് ഈസ് R1. ലുക്ക്, ദിസ് ഈസ് R1, ദാറ്റ് ഈസ് 7.2. ഓക്കെ, ദെയർഫോർ ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഇനി നോക്കിയേ, R2വിൽ 1.2 എന്നാണ് പറഞ്ഞത്. R2 എടുക്കാൻ നമുക്ക്. വേർ ഈസ് R2? R2, see here, this is R2. This is R2. Look here, R2വിൽ 1.2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1.2. യെസ്, ഹിയർ ഇറ്റ് ഈസ് 1.2. ഇനി R3യിൽ 4.8 എന്ന് പറയുന്നുണ്ട്. R3 എടുത്ത് നോക്കാം. വിച്ച് ഈസ് R3? ഹിയർ ഈസ് R3. ദിസ് ഈസ് R3. ലുക്ക്, ദാറ്റ് ഈസ് 4.8. ദാറ്റ് ഓൾസോ ഈസ് കറക്റ്റ്. 4.8. Now, magnitude of current flowing through R5 is 2.4. R5, where is R5? R5 ഇതാണ്. ഇതാ ഇവിടെ നോക്കൂ, R5 is this one. That is 2.4. Yes, that is 2.4. അപ്പം ഇത് 4 ഓപ്ഷനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൻ്റെ മാർക്കിംഗ് സ്കീം അനുസരിച്ച് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഈ 3 ഓപ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അല്ലെങ്കിൽ 2 ഓപ്ഷൻ മാത്രമേ എഴുതിയിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഇങ്ങനെയുള്ളതിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് പേപ്പർ 1ലെ ക്വസ്റ്റ്യനിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. An ideal gas of density rho is equal to 0.2 kg per meter cube enters a chimney of height h at the rate of alpha is equal to 0.8 kg per second from its lower end and escapes through upper end as shown in the figure. Look at the figure. ഒരു ഗ്യാസ് ഈ ലോവർ എൻഡിൽ എൻ്റർ ചെയ്യുന്നു, അപ്പർ എൻഡിൽ കൂടെ എസ്കേപ്പ് ചെയ്യുന്നു. The cross section area of the lower end is given and upper end also is given here. The pressure and temperature of the gas at the lower end are given here. Look at the values respectively. While the temperature at the upper end also is given as 150 Kelvin. The chimney is heat insulated so that the gas undergoes adiabatic expansion. That is very important information. Gas undergoes adiabatic expansion. Take G is equal to 10 meter per second square and the ratio of specific heat of gas, gamma, also is given. Ignore the atmospheric pressure. Which of the following statement are correct? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം. ഞാൻ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് ചെയ്യാൻ പോവുകയാണ്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നതെന്ന് നോക്കൂ. ദ പ്രഷർ ഓഫ് ദ ഗ്യാസ് അറ്റ് ദ അപ്പർ എൻഡ് ഓഫ് ദ ചിമ്മിനി ഈസ് 300 പാസ്കൽ. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ, ഈ ഓപ്ഷൻ ചെയ്യാൻ വേണ്ട ഡേറ്റ എല്ലാം ഞാൻ ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ലോവർ എൻഡിലെ പ്രഷറും ലോവർ എൻഡിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അപ്പർ എൻഡിലെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, പ്രഷർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ PT റിലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇവിടെ നടക്കുന്ന പ്രോസസ് അഡിയബാറ്റിക് പ്രോസസ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള റിലേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സിൻസ് ദ എക്സ്പാൻഷൻ ഈസ് അഡിയബാറ്റിക്, ലെറ്റ് മീ റൈറ്റ് ഇറ്റ്. സിൻസ് ദ പ്രോസസ് ഈസ്, അല്ലെങ്കിൽ ദ എക്സ്പാൻഷൻ ഈസ് what? Adiabatic. What can you write? നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുന്ന റിലേഷൻ ഇതാണ്. PV raised to gamma is a constant. പക്ഷെ ഈ റിലേഷൻ അല്ല നമുക്ക് വേണ്ടത്. PV റിലേഷൻ അല്ല നമുക്ക് വേണ്ടത്, PT റിലേഷനാണ്. അപ്പൊ Vക്ക് നമുക്ക് എന്ത് ചെയ്യാം? nRT ഡിവൈഡഡ് ബൈ P എന്ന് എഴുതാം, ഇല്ലേ? ടു ദ പവർ ഗാമ. P ഇവിടെ ഓൾറെഡി ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് PT റിലേഷൻ കിട്ടും. എന്താണ് ഈ PT റിലേഷൻ അങ്ങനെ വരുമ്പോൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്? നിങ്ങൾ മനസ്സിൽ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് P ടു ദ പവർ 1 മൈനസ് ഗാമ, ഇല്ലേ? T ടു ദ പവർ ഗാമ ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. ഈ റിലേഷനിൽ നിന്ന് ഈ റിലേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും, ഈസിയാണ്. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് T2 കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ കണ്ടുപിടിക്കുക? ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. P1 ബൈ P2 ടു ദ പവർ ഗാമ മൈനസ് 1 is equal to what? T2 divided by T1 to the power gamma. ഇനി ക്വസ്റ്റ്യനിൽ ഗാമ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇതാ ഗാമ 2 എന്ന് തന്നിട്ടുണ്ട്. Where, let me write, where gamma is equal to 2. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഗാമ -1 അല്ല, 1 മൈനസ് ഗാമയാണ്. 1 മൈനസ് ഗാമ. നോക്കൂ, ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് 1 മൈനസ് ഗാമ. അപ്പൊ ഗാമയ്ക്ക് 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? P1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. 600 ഡിവൈഡഡ് ബൈ P2 ടു ദ പവർ -1. ഗാമയ്ക്ക് 2 കൊടുത്താണ് കേട്ടോ. ഈസിക്കൽ ടു T2 ഇവിടെ തന്നിട്ടുണ്ട് 150 എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. T1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 ടു ദ പവർ ഗാമ 2 ആണ്. ഇത് പറയുന്നത് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാനാണ് അല്ലേ? അപ്പം P2 ഡിവൈഡഡ് ബൈ 600 ഈസിക്കൽ ടു ഇവിടെ വരാൻ പോകുന്നത് 1/2 ആണ്. അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4. ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് പ്രഷർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ചിമ്മിനി യു വിൽ ഗെറ്റ് 600 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 150 വാട്ട് പാസ്കൽ എന്ന് കിട്ടും. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? 300 പാസ്കൽ എന്നാണ്. അതുകൊണ്ട് ആ ഓപ്ഷൻ തെറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ ചോദിക്കുന്നത്? ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് അറ്റ് ദ അപ്പർ എൻഡ് ഈസ് ദിസ് മച്ച്. അപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കണം അല്ലേ? ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മോഡിഫൈഡ് ഫോം ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. നമുക്ക് PV = nRT എന്നുള്ള ഇക്വേഷനെ ഇങ്ങനെ മാറ്റി എഴുതാം. നിങ്ങൾ കെമിസ്ട്രിയിലൊക്കെ പഠിക്കുന്ന PM = ρRT എന്ന് മാറ്റി എഴുതാൻ പറ്റും ഇല്ലേ? ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി. PM where M is the molar mass, ρ is the density, you know all these things. റോയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ρ = you can write PM ഡിവൈഡഡ് ബൈ RT എന്ന് എഴുതാം അല്ലേ? അപ്പം ഇത് ഒരേ ഗ്യാസ് ആണ്. മോളാർ മാസ് മുകളിലാണേലും താഴെയാണേലും സെയിം ആണ്. R anyhow is a constant. അപ്പൊ റോയുടെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ P1/P2 ഇൻറ്റു R2/R1 നമുക്ക് എഴുതാം. ലെറ്റ് മീ റൈറ്റ്. ρ1/ρ2 ഞാൻ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? P1/P2 ഡയറക്ട്ലി പ്രപ്പോസ് ടു പ്രഷർ, ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു ടെമ്പറേച്ചർ, T2/T1. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇതിലില്ലായിരുന്നത് P2 ആയിരുന്നു. അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. P2 കഴിഞ്ഞ സ്ലൈഡിൽ 150 എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ρ1 0.2 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ρ2 നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. P1 പ്രഷർ അറ്റ് ദ ലോവർ എൻഡ് 600 ആണെന്നുണ്ട്. P2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഇല്ലേ? ലാസ്റ്റ് ഓപ്ഷനിൽ P2 നമ്മൾ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 150. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. T2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 150 ആണെന്ന് തന്നിട്ടുണ്ട്. Likewise, what T1 is 300. ഇത് നമുക്ക് കിട്ടാൻ പോകുന്നത് 2 എന്നാണ് കിട്ടാൻ പോകുന്നത് അല്ലേ? ദാറ്റ് ഈസ് 2. അപ്പം ρ2 is equal to 2 divided by 0.2 divided by 0.2 divided by 2 എന്നാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 1/10. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1 kg meter to the power -3. അതാണോ നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? നമ്മുടെ ഓപ്ഷനിൽ 0.05 എന്നാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് റോങ്. അതുകൊണ്ട് ഈ ഓപ്ഷന് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ ബി. നമ്മളിപ്പോൾ ചെയ്ത ഓപ്ഷൻ ഡി ആണ്. ഞാൻ ഓപ്ഷൻ ബി ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡിയിൽ കിട്ടിയ ഈ വാല്യൂ ഉണ്ടല്ലോ, നമുക്ക് ഓപ്ഷൻ ബിയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ക്രമം തെറ്റിച്ച് ഓപ്ഷൻ ചെയ്യുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ദ വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ ചിമ്മിനി ഈസ് 40 meter per second and at the upper end is 20 meter per second. ഇവിടുത്തെ വെലോസിറ്റിയും ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഉടനെ ഓടിയെത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ A1 V1 is equal to A2 V2 എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും. പക്ഷെ അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഇവിടുത്തെ ഡെൻസിറ്റി ഡിഫറെന്റ് അല്ലേ? ρ1ഉം ρ2ഉം ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇത് കംപ്രസിബിൾ ആയിട്ടുള്ള ലിക്വിഡ് അല്ല, ഫ്ലൂയിഡ് ആണ്. അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആസ് സച്ച് കനോട്ട് ബി അപ്ലൈഡ്. എന്ന് പറഞ്ഞാൽ എന്താ? dV/dt കോൺസ്റ്റന്റ് അല്ല എന്നർത്ഥം. ലുക്ക് ഹിയർ കെയർഫുള്ളി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. dV വോളിയത്തിന്റെ റേറ്റ് ഓഫ് ഫ്ലോ, വോളിയം റേറ്റ് ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു A1 V1 ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് നോട്ട് എ കോൺസ്റ്റന്റ്. നോട്ട് A1 V1 എന്ന് ഞാൻ എഴുതുന്നില്ല, AV എന്ന് എഴുതാം. AV V is the velocity. Remember AV. Let me write AV dV/dt. V എന്ന് പറഞ്ഞാൽ വോളിയം ആണ് കേട്ടോ. ഈ VVയും ഡിഫറെന്റ് ആണ്. ഈ V വോളിയം ആണ്. ഇതെന്താണ്? വെലോസിറ്റി. A into V വോളിയം പെർ സെക്കൻഡ്. ഇതെന്തല്ല? നോട്ട് എ കോൺസ്റ്റന്റ്. നോട്ട് എ കോൺസ്റ്റന്റ്. ഇത് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ റോ കോൺസ്റ്റന്റ് ആയിരുന്നുവെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആവുമായിരുന്നു. പക്ഷെ dm/dt റേറ്റ് ഓഫ് മാസ് ഫ്ലോ, ലിസൺ ഹിയർ, dm/dt
അതെങ്ങനെ വരും? എ വി റോ. വോളിയത്തിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ വോളിയം റേറ്റിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാസ് റേറ്റ് കിട്ടും, മാസ് റേറ്റ് ഓഫ് ഫ്ലോ. ഇതെന്തായിരിക്കും? ദിസ് ഈസ് എ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ സെക്ഷൻ ഓഫ് ദിസ് ചിമ്പിനി. ഓക്കെ, അപ്പം dm/dt നമുക്ക് ലോവറിലും അപ്ലൈ ചെയ്യാം, അപ്പറിലും അപ്ലൈ ചെയ്യാം. dm/dt ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. dm/dt ഈസ് ഗിവൺ ആ 0.8. ലെറ്റ് മീ റൈറ്റ് dm/dt ത്രൂ എനി ക്രോസ് സെക്ഷൻ ഈസ് 0.8 kg/second എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ ലോവർ എൻഡിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കൂ, dm/dt ഈസ് ഈക്വൽ ടു a1 v1 ρ1 ദാറ്റ് ഈസ് അപ്ലൈഡ് ഇൻ ദ ലോവർ എൻഡ്. ഇക്വേഷനിൽ ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. dm/dt 0.8 ആണ് അല്ലേ. a1 ഇതാ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻ ദ ലോവർ എൻഡ് ഈസ് 0.1. ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ടേക്കൺ ഫ്രം ദ ക്വസ്റ്റ്യൻ. ദെൻ v1 നമുക്ക് കണ്ടുപിടിക്കണം. v1 ρ1 നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, 0.2 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പം v1 ഈസ് ഈക്വൽ ടു 80/2 എന്ന് കിട്ടി. 80/2 അല്ലേ, 80/2 വിച്ച് ഈസ് ഈക്വൽ ടു 40. ലോവർ എൻഡിലെ വെലോസിറ്റി 40 മീറ്റർ/സെക്കൻഡ് ആണ്. അങ്ങനെയാണ് ഈ ഓപ്ഷനിലും പറയുന്നത്. ഇനി അപ്പർ എൻഡ് കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് അപ്പർ എൻഡ് ചെക്ക് ചെയ്യുക? dm/dt അപ്ലൈഡ് ഫോർ അപ്പർ എൻഡ്. dm/dt ഹൗ ക്യാൻ യു റൈറ്റ്? a2 v2 ρ2 എന്ന് എഴുതണം. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ദ അപ്പർ എൻഡ്. dm/dtക്ക് മാറ്റമില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. therefore it is 0.8 there also is equal to a2. what is the area of cross section there? 0.4. v2 നമുക്ക് അറിയില്ല, v2 അതുപോലെ എഴുതി. ρ2 നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു, 0.1 ആണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് v2 is equal to 80/4 എന്ന് കിട്ടും. 80/4 is 20 മീറ്റർ/സെക്കൻഡ്. അപ്പൊ അത് തന്നെയല്ലേ ഈ ഓപ്ഷനിൽ പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ ബി എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എ, ബി, ഡി ഈ 3 ഓപ്ഷനാണ് ചെക്ക് ചെയ്തത്. ഇനി സി എന്ന് പറയുന്ന വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. ഏതാണ്? ഈ 4 ഓപ്ഷനിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ് കേട്ടോ. ദിസ് ഓപ്ഷൻ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ്. ഹൗ ടു അപ്ലൈ ഇറ്റ് ആൻഡ് ഹൗ ടു സോൾവ് ഇറ്റ്? ലെറ്റ് us see. ദ ഹൈറ്റ് ഓഫ് ദ ചിമ്മിനി ഈസ് 590 മീറ്റർ ആണെന്ന് പറയുന്നു. ഇവിടെ ഞാൻ മറ്റൊന്നുമല്ല, ഞാൻ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഈ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സപ്പോസ് ഇനീഷ്യലി ഈ ചിമ്മിനിയിൽ കംപ്ലീറ്റ് ഗ്യാസ് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ഈ വരച്ച ബോർഡറിലാണെന്ന് വിചാരിക്കുക. ആഫ്റ്റർ സം ടൈം വാട്ട് വിൽ ഹാപ്പൻ? ഈ പ്രൊഫൈൽ ആസ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ സം മോർ ഗ്യാസ് എൻറ്റേഴ്സ് ഇല്ലേ. dm/dt റേറ്റിൽ ഗ്യാസ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ റേറ്റിൽ ഗ്യാസ് എന്ത് ചെയ്യണം? ഇവിടുന്ന് ലീവ് ചെയ്യണം. ഈ എൻ്റർ ചെയ്ത ഗ്യാസിനെ ഞാൻ ഈ റെഡ് ഷെയ്ഡ് കൊണ്ട് കാണിക്കുന്നു. ലിവ് ചെയ്ത മാസിനെയും ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റെഡ് ഷെയ്ഡിൽ കാണിക്കുന്നു. ഇവ രണ്ടും ഈക്വൽ വോളിയം അല്ല, അത് ആദ്യമേ മനസ്സിലാക്കണം. വോളിയം വൈസ് ഇത് രണ്ടും ഈക്വൽ അല്ല. പക്ഷെ മാസ് വൈസ് ഈ രണ്ടെണ്ണവും ഈക്വൽ ആയിരിക്കും, dm/dt സെയിം ആയതുകൊണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ഡോണ്ട് ഇക്വേറ്റ് ദ വോളിയം എന്ന് പറഞ്ഞാൽ ΔV1 ഈസ് നോട്ട് ഈക്വൽ ടു ΔV2. ബട്ട് ΔM മാസ് ഓഫ് ദിസ് പോർഷൻ ആൻഡ് ΔM മാസ് ഓഫ് ദിസ് പോർഷൻ ക്യാൻ ബി ഇക്വേറ്റഡ് ഓർ ദേ ആർ സെയിം. ഇനി നോക്കിയേ, ഇതില് നിങ്ങൾക്ക് എന്തിൻ്റെയും ചേഞ്ച് എടുക്കണമെന്ന് വിചാരിക്കുക. കൈനറ്റിക് എനർജിയുടെ ചേഞ്ചോ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ചോ എനിത്തിങ് എടുക്കണമെങ്കിൽ ഈ 2 ക്രോസ് സെക്ഷനുകൾക്കിടയിലുള്ള ഈ ഏരിയ ഉണ്ടല്ലോ കുട്ടികളെ, ഈ വോളിയം ഉണ്ടല്ലോ, അവിടുത്തെ ഗ്യാസ് പഴയതുപോലെ തന്നെയാണ്. ഗ്യാസ് റീപ്ലേസ് ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കൈനറ്റിക് എനർജിയും അല്ലെങ്കിൽ വെലോസിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും അല്ലെങ്കിൽ അതിൻ്റെ ഇന്റേണൽ എനർജിക്കൊന്നും ഇവിടെ ചേഞ്ച് വന്നിട്ടില്ല. പിന്നെ ചേഞ്ച് വന്നത് എന്താ? ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് കാണണമെങ്കിൽ ഈ പോർഷന്റെ ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജിയെ ഈ പോർഷന്റെ കൈനറ്റിക് എനർജി കുറച്ചാൽ മതി അങ്ങനെ ചേഞ്ച് കണ്ടുപിടിക്കുക. എന്ന് പറഞ്ഞാൽ നത്തിങ് ഹാസ് ഹാപ്പൻഡ് ഇൻ ദിസ് പോർഷൻ. അത് നിങ്ങളുടെ മനസ്സിൽ വെക്കണം. ഇനി ഇവിടെ ഈ ഗ്യാസിൽ ആരാണ് വർക്ക് ചെയ്യുന്നത്? പ്രഷർ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ വർക്ക് ചെയ്യുന്നുണ്ട്. ലോവർ എൻഡിൽ P1 എന്ന് പറയുന്ന പ്രഷർ ഈസ് ബീങ് അപ്ലൈഡ് ഇൻ A1. അപ്പൊ ലോവർ എൻഡിലെ ഫോഴ്സ് എത്രയാണ് കുട്ടികളെ? ഫോഴ്സ് ഇൻ ദ ലോവർ എൻഡ് F1 എന്ന് പറഞ്ഞാൽ P1 A1 ആണ്. അത് ഈ ഗ്യാസിനെ എത്ര ഡിസ്പ്ലേസ് ചെയ്തു?
ഡെൽറ്റ x1 ഡിസ്പ്ലേസ് ചെയ്തു. അതുകൊണ്ട് ലോവർ എൻഡിൽ ഇവിടെ പോസിറ്റീവ് വർക്കാണ് ചെയ്യപ്പെടുന്നത്. അപ്പർ എൻഡിൽ പ്രഷർ ഡൗൺവേർഡ് ആണ്. ഓക്കെ, എങ്ങനെ ഈ പ്രഷർ ഡൗൺവേർഡ് എന്ന് മനസ്സിലായത്? ഈ ഗ്യാസിന്റെ റീമെയിനിങ് പോർഷൻ ഉണ്ടല്ലോ കുട്ടികളെ, ഇവിടെ കൊണ്ട് ഈ ഗ്യാസ് തീരുകയല്ല. ഈ ഗ്യാസിന്റെ റീമെയിനിങ് പോർഷൻ ഈ ഞാൻ കൺസിഡർ ചെയ്ത ഗ്യാസിനെ എങ്ങോട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? ഡൗൺവേർഡ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്രഷർ ഈസ് ഡൗൺവേർഡ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് അപ്വേർഡ്. ദെയർഫോർ അപ്പർ എൻഡ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ബൈ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ഗ്യാസ് ഈസ് നെഗറ്റീവ്. ഒന്നുകൂടെ ഞാൻ പറയാം, ലോവർ എൻഡിൽ ഈ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഗ്യാസിൽ ചെയ്യപ്പെടുന്ന വർക്ക്, ആര് ചെയ്യുന്ന വർക്ക്? റിമൈനിങ് പോർഷൻ ഓഫ് ദ ഗ്യാസ് ചെയ്യുന്ന വർക്ക് ലോവർ എൻഡിൽ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പർ എൻഡിൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഈ വർക്ക് ഡൺ എന്തായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം? ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം? ദാറ്റ് ക്യാൻ മാനിഫെസ്റ്റ് ആസ് ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇതാണ് നമ്മൾ ബെർണേലിയസ് തിയറത്തിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അവിടെ ഗ്യാസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻകംപ്രസിബിൾ ആയതുകൊണ്ട് ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ എന്താ എക്സ്പാൻഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്യാസ് കംപ്രസിബിൾ ആണ്, അതുകൊണ്ട് ഇന്റേണൽ എനർജിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കും. അതുകൂടെ അക്കൗണ്ട് ചെയ്യണം ഇവിടെ. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓൾസോ മസ്റ്റ് ബി അക്കൗണ്ടഡ്. ഡെൽറ്റ യു ഇൻ ഇന്റേണൽ, അല്ലെങ്കിൽ ലെറ്റ് മീ റൈറ്റ് ഇന്റേണൽ, ഡെൽറ്റ യു ഇന്റേണൽ. വൺസ് അഗെയിൻ ഐ വിൽ സേ വർക്ക് ഈസ് ഡൺ ഓൺ ദ ലോവർ എൻഡ് ആൻഡ് അപ്പർ എൻഡ്. This work done on the gas changes the kinetic energy of the gas. Kinetic energy of the gas means what? Kinetic energy of the gas with respect to center of mass of the gas. എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് കൈനറ്റിക് എനർജിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജിയെ കുറിച്ചല്ല. ഡയറക്ഷണൽ കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഗ്യാസിന്റെ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം എന്താ? ഗ്യാസ് ഹാസ് ഗോൺ അപ്പ്, therefore the potential energy of the gas must have increased. Then ഇതൊരു ഇൻകംപ്രസിബിൾ ആയിട്ടുള്ള ഗ്യാസ് ആയിരുന്നുവെങ്കിൽ ഇത് സീറോ ആയിരുന്നു അല്ലേ? ഇന്റേണൽ എനർജിയിലെ ചേഞ്ച് സീറോ ആയിരുന്നു. പക്ഷെ ഇത് കംപ്രസിബിൾ ആണ്, കാരണം ഇവിടുത്തെ ഡെൻസിറ്റി അല്ല ഇവിടുത്തെ ഡെൻസിറ്റി. therefore what? The internal energy of the gas has also changed. I am going to find ഈ 4 എണ്ണം, ഇതും സെപ്പറേറ്റ്ലി ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കൂട്ടികളെ, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ലോവർ എൻഡിൽ പോസിറ്റീവ് വർക്കാണ് ചെയ്ത്. ഫോഴ്സ് എത്രയാണ്? P1A1. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡെൽറ്റ x1. ഇതാണ് വർക്ക് ഡൺ ഇൻ ദ ലോവർ എൻഡ്. അപ്പർ എൻഡിൽ ചെയ്ത വർക്ക് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ മൈനസ് പ്ലസ് ഓഫ് മൈനസ് ദാറ്റ് വാട്ട്? P1 V1 P2 V2 ഡെൽറ്റ x2. മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാണ് ഈ മൈനസ് വന്നതെന്ന് മനസ്സിലായോ? ബിക്കോസ് ദിസ് വർക്ക് ആസ് എ ഹോൾ ഈസ് നെഗറ്റീവ്. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈസ് ദിസ് പോസിറ്റീവ് ക്വാണ്ടിറ്റി പ്ലസ് ദിസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി. ഇനിയും നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ A1 ഡെൽറ്റ x1 എന്താണ്? A1 ഡെൽറ്റ x1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ വോളിയമാണ് ഇല്ലേ? അതുപോലെ A2 ഇവിടെ ഞാൻ എഴുതിയത് മാറിപ്പോയി. ലെറ്റ് മീ കറക്റ്റ് ഇറ്റ്. ഇവിടെ A2 ആണ് വേണ്ടത് കേട്ടോ. A2 ഡെൽറ്റ x2 എന്ന് പറയുന്നത് എന്താണ്? വോളിയം കറസ്പോണ്ടിങ് ടു ദിസ് വോളിയം. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടി എഴുതുകയാണ്. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈസ് ഈക്വൽ ടു P1 ഡെൽറ്റ V1 മൈനസ് P2 ഡെൽറ്റ V2. അതവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അടുത്ത സാധനം കണ്ടുപിടിക്കുക, ഡെൽറ്റ കെ. ദാറ്റ് ഈസ് സോ സിമ്പിൾ അല്ലേ? ഈ സിസ്റ്റത്തിലെ വന്ന കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് കൊണ്ട് എങ്ങനെയാ വന്നത്? ഈ പാർട്ടിൽ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ദിസ് ഈസ് ആസ് ഇനീഷ്യൽ, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദാറ്റ് പോർഷൻ. പിന്നെ ഇവിടുത്തെ കൈനറ്റിക് എനർജിയെ ഇതിന്റെ കൈനറ്റിക് എനർജി കുറച്ചാൽ മതി, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടും. therefore let me write that delta k of the system is equal to, mass wise അവ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹാഫ് ഡെൽറ്റ എം v2 square minus v1 square. v2 is the velocity here, v1 is the velocity here. v2 square minus v1 square. v2 square minus v1 square. That is what delta k. ഈ ഡെൽറ്റ M1 ഡെൽറ്റ M2 എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഈ ഡെൽറ്റ എമ്മും ഈ ഡെൽറ്റ എമ്മും സെയിം ആണ്. വോളിയം ഡിഫറെന്റ് ആണെങ്കിലും മാസ് സെയിം ആണ്. ഇനി ഡെൽറ്റ യു നോക്കൂ നിങ്ങൾ, ഏത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ദാറ്റ് സോ സിമ്പിൾ.
ഡെൽറ്റ എം മാസ് ഇങ്ങനെ ആലോചിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഡെൽറ്റ എം മാസ് ഇങ്ങോട്ട് പോയി. ഈ പോർഷനിൽ ഒരു ചേഞ്ചും ഇല്ല അല്ലേ? അപ്പൊ ഡെൽറ്റ എം ജി എച്ച്, ദാറ്റ് ഈസ് വാട്ട്. എച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ചിമ്മിനിയുടെ ഹൈറ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഗ്രൗണ്ട് ലെവൽ 0 ആയിട്ട് എടുത്തു. അപ്പൊ ഈ ഹൈറ്റ് എച്ച് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം, ഇന്റേണൽ എനർജിയുടെ ചേഞ്ച്. ദാറ്റ് ഈസ് മോസ്റ്റ് ഡിഫിക്കൽട്ട്. ലെറ്റ് മീ ഡു ദാറ്റ്. ഡെൽറ്റ യു ഇന്റേണൽ എന്താണ് ഇന്റേണൽ എനർജിയുടെ ചേഞ്ച്? നമ്മൾ പഠിച്ചിട്ടുള്ളത് എഫ് ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്കിൽ F/2 NR ഡെൽറ്റ ടി ഇല്ലേ? ഈ NR ഡെൽറ്റ ടി എന്നുള്ള ഡെൽറ്റ പി വി എന്ന് എഴുതാമെന്ന് നമുക്കറിയാമല്ലോ. F/2 NR ഡെൽറ്റ ടിക്ക് ഡെൽറ്റ പി വി എന്ന് എഴുതാം. ഡെൽറ്റ പി വി ബിക്കോസ് പി വി ഈസ് ഈക്വൽ ടു NR ടി ആണ്. അപ്പൊ NR ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി വി ആണ്. ഇനി എഫ് നമുക്ക് കണ്ടുപിടിക്കണം, ലാസ്റ്റ് കണ്ടുപിടിക്കാം. ലെറ്റ് മീ റൈറ്റ്. എഫ് നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കാം. തൽക്കാലം F/2 പി വി എന്ന് പറഞ്ഞാൽ P2 ഡെൽറ്റ V2 മൈനസ് P1 ഡെൽറ്റ V1, ദാറ്റ് ഈസ് വാട്ട് ഡെൽറ്റ പി വി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എഫ് കണ്ടുപിടിക്കുക. എങ്ങനെ എഫ് കണ്ടുപിടിക്കുക? ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ ഗ്യാസിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഗാമയുടെ വാല്യൂ തന്നിട്ടുണ്ടല്ലോ, അത് യൂസ് ചെയ്തുകൂടെ? Let us use the value of gamma. Gamma is equal to, do you know this equation? 1 plus 2 by F എന്നൊരു റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് F/2 നെ എന്ത് എഴുതാം? F/2 can be written as what? 1 divided by gamma minus 1. ശരിയല്ലേ? ഗാമ 2 ആണ്. അപ്പോൾ 1 divided by 2 minus 1. That is equal to 1. എന്ന് പറഞ്ഞാൽ F/2 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇതിനെ എന്ത് എഴുതാം? P2 let me use same കളർ ഞാൻ മാറ്റേണ്ട കാര്യമില്ല അവിടെ. therefore it is P2 delta V2 minus P1 delta V1. ഇനിയും ഞാൻ ഈ വാല്യൂസ് എല്ലാം കണ്ടോ, ഞാൻ ഇത് കണ്ടുപിടിച്ചു, ഇതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അതിന് ഞാൻ ഈ ഇക്വേഷനെ ഇവിടുന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സെയിം ഇക്വേഷൻ. ലെറ്റ് മീ പേസ്റ്റ് ഇറ്റ് ഹിയർ. ഇവിടെ ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഓരോന്നും ഞാൻ ശ്രദ്ധിച്ചെഴുതുകയാണ് കേട്ടോ, തെറ്റിക്കാതെ. നോക്കൂ, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എത്രയായിരുന്നു? P1 ഡെൽറ്റ V1 മൈനസ് P2 ഡെൽറ്റ V2 ആയിരുന്നു. കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ഹാഫ് ഡെൽറ്റ എം V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ആയിരുന്നു. പൊട്ടൻഷ്യൽ എനർജി, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് ഓർമ്മയുണ്ടോ? ഡെൽറ്റ എം മാസിൽ വന്ന ചേഞ്ച് mgh ആണ്. പ്ലസ് ഇനി ഇന്റേണൽ എനർജിയുടെ ചേഞ്ച്, ലെറ്റ് മീ റിമെമ്പർ ഓഫ് ദാറ്റ്. ഓക്കെ, P2 ഡെൽറ്റ V2 മൈനസ് P1 ഡെൽറ്റ V1. നോക്കിക്കേ, ഇനി ഞാൻ ഈ രണ്ട് സാധനവും ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, ഇതുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു നിങ്ങൾ നോക്കി. P1 ഡെൽറ്റ V1 ഉണ്ടായിരുന്നു, അവിടുന്ന് ഒരു P1 ഡെൽറ്റ V1 വരുന്നു. അപ്പം 2 P1 ഡെൽറ്റ V1 മൈനസ് ഇവിടെ 2 P2 ഡെൽറ്റ V2. ഒരു കാര്യം കൂടെ ഞാൻ ഒറ്റ സ്റ്റെപ്പ് ചെയ്യുക, ഡെൽറ്റ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് കേട്ടോ. ഇതിനെ ഓൾറെഡി ഇപ്പുറത്ത് കൊണ്ടുവന്നു, ഡെൽറ്റ എം കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യുകയാണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എം ഈസ് ഈക്വൽ ടു വാട്ട്? V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2 ഉണ്ട്. പിന്നെന്താ? ഡെൽറ്റ എം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്താണ്, പിന്നെ GH മാത്രമേ ഉള്ളൂ. എനിക്ക് H ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കി, ഇത് എന്താണ് സാധനം? വോളിയം ഡിവൈഡഡ് ബൈ മാസ്. മാസ് ഡിവൈഡ് ബൈ വോളിയം ഡെൻസിറ്റി. അപ്പോൾ വോളിയം ഡിവൈഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്. ഇത് എവിടുത്തെ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്? ഇവിടുത്തെ വോളിയമാണ്. അപ്പോൾ ρ1 ആണ് ഇത് ρ2 ആണ്. ρ2 ρ1 അല്ല, 1/ρ1 1/ρ2. അപ്പോൾ ലെറ്റ് മീ റൈറ്റ് 2 P1 ഡിവൈഡഡ് ബൈ ρ1 മൈനസ് 2 P2 ഡിവൈഡഡ് ബൈ ρ2. ρ1 ρ2 ഡിഫറെൻ്റ് ആണ്, ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് GH. ഇനി ഞാൻ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം, നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളാണ്. P1ഉം ρ1ഉം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ഇതാ P1 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ρ1 ഞാൻ എഴുതാൻ മറന്നുപോയി. ρ1 എത്രയായിരുന്നു? ρ1 0.2 ആയിരുന്നു. ഓക്കെ, ρ1 0.2, ρ2 0.1ഉം ρ2 ഞാൻ എഴുതാൻ മറന്നുപോയി. ρ2 ഈസ് ഈക്വൽ ടു 0.1 അല്ലേ? നമ്മൾ കണ്ടുപിടിച്ചാണ്. ρ2 നമ്മൾ കണ്ടുപിടിച്ചു. ρ2 അല്ല, ρ1 ρ2 ഓക്കെ.
റോ 1 റോ 2 നമ്മൾ കണ്ടുപിടിച്ചാണ്. എല്ലാം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. നോക്കൂ കുട്ടികളെ, 2 അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്രഷർ 600 ആണ്, ഡിവൈഡഡ് ബൈ റോ 1 0.2 ആണ്, മൈനസ് 2 അതുപോലെ എഴുതി. P2 പ്രഷർ എത്രയായിരുന്നു? 150 നമ്മൾ കണ്ടുപിടിച്ച 150 ഡിവൈഡഡ് ബൈ റോ 2 0.1 ആണ്. ഓക്കെ, V2 സ്ക്വയർ, V2 എത്രയായിരുന്നു? 420 അല്ലായിരുന്നു, 20യുടെ സ്ക്വയർ 400 മൈനസ് V1 എത്രയായിരുന്നു? 40, അതിൻ്റെ സ്ക്വയർ 1600 ഡിവൈഡഡ് ബൈ 2 അതുപോലെ എഴുതി. ജിയുടെ വാല്യൂ 10 എടുക്കാൻ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, H അതുപോലെ എഴുതി. സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇത് 6000, 2ഉം 2ഉം പോയി, ഇത് 6000 ആയി കുട്ടികളെ, 6000. ഇത് 3000 അല്ലേ, 3000 ഈസ് ഈക്വൽ ടു ഇത് 1200, 6 മൈനസ് 600 പ്ലസ് 10H. നമുക്കറിയാമല്ലോ, ഒരു സീറോ എല്ലായിടത്തും നമുക്കറിയാം, ഒരു സീറോ കളഞ്ഞാൽ ഇത് 600 മൈനസ് 300, ഈ 60 കൂടി ഇങ്ങോട്ട് വരും. അങ്ങനെ എന്ത് കിട്ടി? H ഈസ് ഈക്വൽ ടു 300 പ്ലസ് 60, 360 എന്ന് വന്നു, 360 മീറ്റർ. ഇതാണ് ചിമ്മിനിയുടെ ഹൈറ്റ്. പക്ഷെ ഇവർ പറയുന്നത് എത്രയാ? 590 മീറ്റർ ആണ്. അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ചിമ്മിനിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി യൂസ് ചെയ്ത് വർക്ക് എനർജി തിയറം തന്നെയാണ്. ബെർണേലിയസ് തിയറം ആസ് സച്ച് കനോട്ട് ബി അപ്ലൈഡ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഇൻകംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ ആയിരുന്നുവെങ്കിൽ ബെർണേലിയസ് തിയറം നമുക്ക് ആസ് സച്ച് അപ്ലൈ ചെയ്യായിരുന്നു, ഇവിടെ പറ്റിയില്ല. ഓക്കെ, അപ്പൊ ബേസിക് കാര്യത്തിലേക്ക് നമ്മൾ പോയി. ഇനി ഏതെല്ലാം കറക്റ്റ് ഓപ്ഷൻസ് ആണ്, ഏതെല്ലാമാണ് റോങ് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം പ്രഷർ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആയിരുന്നു നമുക്കറിയാം. സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. ഹൈറ്റ് ഓഫ് ദ ചിമ്മിനി പറഞ്ഞത് തെറ്റാണ്. ഡെൻസിറ്റി ഓഫ് ദ ഗ്യാസ് പറഞ്ഞതും തെറ്റാണ് അല്ലേ. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ബി മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇത് നോക്കിയേ, ഇതിൽ വലിയ ഫിസിക്സ് ഒന്നുമില്ല, ജസ്റ്റ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കൂ, 3 പ്ലെയിൻ മിറേഴ്സ് ഫോം ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ വിത്ത് ഈച്ച് സൈഡ് L. There is a small hole at a distance L greater than 0. Look here, this L, small letter L. From one of the corners shown in the figure, a ray of light is passed through the hole at an angle theta and it can only come out through the same hole. ഒറ്റ ഹോളേ ഉള്ളൂ. ഇതിൽ നിന്ന് എൻട്രി ചെയ്താൽ ഇതിൽ കൂടെ തന്നെ പുറത്തേക്ക് വരണം, വേറെ ഹോൾസ് ഒന്നുമില്ല. The cross section of the mirror configuration and the ray of light lies on the same plane. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം ഒരേ പ്ലെയിനിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ കറക്റ്റ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റ്മെന്റ് സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ ആദ്യത്തെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. നോക്കൂ, എന്താണ് ഈ ഓപ്ഷൻ പറയുന്നത്? റേ ഓഫ് ലൈറ്റ് വിൽ കം ഔട്ട് ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 30. ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ റേ ഓഫ് ലൈറ്റ് ഈ ഹോളിൽ കൂടെ തന്നെ പുറത്തേക്ക് വരും, വേറെ ഹോളില്ല, ഒറ്റ ഹോളിൽ കൂടെ പുറത്തേക്ക് വരും. ഇതിൽ 30 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നോക്കൂ, ഞാനൊരു ലൈറ്റ് റേ വരയ്ക്കാം, 30 ആംഗിൾ, വേറൊരു കളർ യൂസ് ചെയ്യാം, ദാറ്റ് വിൽ ബി ഈസി. ഓക്കെ, 30 ആംഗിളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30. ഓക്കെ, ഇങ്ങനെ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ല, ദാറ്റ് പർട്ടിക്കുലർ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കുമല്ലോ ജോമെട്രി പ്രകാരം. ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് എത്രയാണ്? 60 ആണ്, എല്ലാം 60 ആണ്, ഇതും 60 ആണ്, ഇതും 60 ആണ്. നോക്കൂ കുട്ടികളെ, ഇത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ, ഇത് 60, ഇത് 31, ഇത് 90 ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോർമൽ ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 0 എന്ന് പറഞ്ഞാൽ ദിസ് ലൈറ്റ് റേ വിൽ റീട്രേസ് ഇറ്റ് പാത്ത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. വന്നിടിക്കും, 90യിലാണ്, മിററുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 90, മനസ്സിലായോ? മിററുമായിട്ട് ഈ റേ ഉണ്ടാക്കുന്ന ആംഗിൾ 90. മിററിന്റെ നോർമലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലുമായിട്ട് 0 ആംഗിളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ആണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരിക്കും? 0 ആയിരിക്കും. ദെയർഫോർ ഇറ്റ് റീട്രേസസ് ഇറ്റ് പാത്ത്. അതുകൊണ്ട് അതേ ഹോളിൽ കൂടി ഇത് പുറത്തേക്ക് പോകും, നോ ഡൗട്ട് അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ റേ ഓഫ് ലൈറ്റ് കംസ് ഔട്ട് എന്ന് പറയുന്നത് ശരിയാണ്. ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്കൂ, there is an angle L is equal to L by 2. There is an angle for L is equal to L by 2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കേട്ടോ, L by 2 എന്ന് പറഞ്ഞാൽ ഇതാണ് L by 2 at which ray of light will come out after 2 reflection. 2 റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമെന്ന്. ഓക്കെ, ഇവിടെ L by 2 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു റേ ഓഫ് ലൈറ്റ് ഞാൻ സിമ്പിളി ഒന്ന് വരച്ച് കാണിക്കാം. ആർബിട്രറി ഏതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എനിക്ക് അറിയില്ല. ഇതിൽ കൂടെ ഇവിടെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞു, ഇവിടുന്ന് ഒരു റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നു വിചാരിക്കുക.
എന്നിട്ട് അത് ഇങ്ങനെ വരും എന്നാണ്, വരുമോ എന്നാണ് ചോദ്യം. വരണമെങ്കിൽ ഈ ഐ മീൻ ഈ റേക്ക് സിമെട്രിക് ആയിട്ട് ഈ റേ വരികയാണെങ്കിൽ, ഇത് കണ്ടോ, എമർജന്റ് റേ വരികയാണ്, സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു വാട്ട്, സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ദിസ് ലൈൻ. കണ്ടോ, ഇത് ലൈൻ ഓഫ് സിമെട്രി ആണ്, ഈ ട്രയാങ്കിളിന്റെ ലൈൻ ഓഫ് സിമെട്രി ആണ്. ഇതിന് സിമെട്രിക് ആണ് ഈ ലൈറ്റ് റേ എങ്കിൽ, എമർജന്റ് ലൈറ്റ് റേ ഇങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? ദാറ്റ് ക്യാൻ കം ഔട്ട്. അപ്പോ അങ്ങനെ വരണമെങ്കിൽ ഈ റേ ഇത് ഇങ്ങനെയായിരിക്കണം കുട്ടികളെ. ഇറ്റ് മസ്റ്റ് ബി പാരലൽ ടു ദ ബേസ്. Then this is okay, symmetric figure. Haven't you seen a symmetric figure? ഓക്കെ, ഇത് സിമെട്രിക് ആവണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ, ഇത് 60 ആയിരിക്കും. ഈ ആംഗിള് എന്തായിരിക്കണം? 60 ആയിരിക്കും ബൈ സിമെട്രി. അപ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇവിടെ 30 വരണം എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര വരണം? ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ലെറ്റ് മീ റൈറ്റ് കറക്റ്റ്ലി. ജസ്റ്റ് തിങ്ക് യുവർ സെൽഫ്. അത് എങ്ങനെ വരുമെന്ന് ഞാൻ കാണിച്ചു തരാം. സി, എവറിത്തിങ് ഷുഡ് ബി ടേക്കൺ കെയർ. ഇത് L/2 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? L/2 ആയിരിക്കും. പിന്നെ ദ ലൈറ്റ് റേ മസ്റ്റ് ഗോ ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ ഇറ്റ് കംസ് ലൈക്ക് ദാറ്റ്. ദർ ഇസ് എ പോസിബിലിറ്റി ഓൺലി ഫോർ ദിസ്. അപ്പൊ ലൈറ്റ് റേ ഇങ്ങനെ വരുന്നു. അപ്പൊ എത്ര റിഫ്ലക്ഷൻ നടന്നു എന്ന് നോക്കിയേ. ലെറ്റ് us see how many reflections are done. Here one reflection, here two, reflection 2. ഓക്കെ, അപ്പൊ there is a possibility. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണോ? There is an angle for L is equal to L/2 for which the light ray will come out after 2 reflection. ഈ ആംഗിൾ എത്രയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും, ഇത് 60 ആയിരിക്കും. ഓക്കെ, സിമെട്രി ക്യാൻ ഈസിലി ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഫിഗർ. ഇനി ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് പോവാം. ഓപ്ഷൻ സി എന്താ പറയുന്നത്? ദ റേ ഓഫ് ലൈറ്റ് വിൽ നെവർ കം ഔട്ട് ഫോർ തീറ്റ ഈസ് ഈക്വൽ ടു 60 അറ്റ് എൽ ഈസ് ഈക്വൽ ടു L/3. ഇത് L/3 ടോട്ടൽ ലെങ്തിന്റെ 1/3 ഈ ലൈറ്റ് റേ പുറത്തേക്ക് വരുമോ എന്നാണ് ചോദ്യം. ആംഗിൾ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 60 എന്നാണ് പറഞ്ഞത്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആംഗിൾ 60 ആണ്, ഈ ആംഗിളും 60 ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ലൈറ്റ് റേ ഉണ്ടല്ലോ പാരലൽ ആയിരിക്കുക ഫേസിന്, അല്ലേ? ലെറ്റ് മീ ഡ്രോ, ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ ലൈറ്റ് റേ കുറിച്ചാണ് പറയുന്നത്. ഈ ലൈറ്റ് റേ നോക്കൂ, ഈ ലൈറ്റ് റേ ഈ ഫേസിന് പാരലാണ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. ദിസ് ഈസ് 60. ഞാൻ വരയ്ക്കുന്നില്ല, വരച്ച് വൃത്തികേടാക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 60 ആണെങ്കിൽ ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇതിന് ഈ ബേസിന് പാരലായിട്ട് പോകും. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 30 ആണ്. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് 30 ആയിരിക്കും, ഇത് 30 ആവണം. അപ്പോൾ ഈ ആംഗിൾ മൊത്തത്തിൽ 60 വരും. ഇത് 60, ഇത് 60, ഇത് 60. ഓക്കെ, ലെറ്റ് മീ ഡ്രോ. ഇങ്ങനെ വരും. ഇനി എന്ത് സംഭവിക്കും? ഇനി ഇതിങ്ങനെ ഇതിന് പാരലായിട്ട് ഇങ്ങനെ വരണം. സി, ഇറ്റ് മസ്റ്റ് കം ലൈക്ക് ദാറ്റ് ബിക്കോസ് എവറിത്തിങ് ഗോസ് ആസ് പെർ ദ സിമെട്രി. കണ്ടോ, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. പറയാലോ, ഇനിയും ഉള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. ഇങ്ങനെ വരും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു, എല്ലാം ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരമാണ് സംഭവിക്കുന്നത് കേട്ടോ. ദെൻ ദിസ് ഗോസ് പാരലൽ ടു ദ ബേസ് ലൈക്ക് ദിസ്. ലെറ്റ് മീ അറേഞ്ച് ഇറ്റ്. Then what will happen? It will come out like that. അപ്പൊ എത്ര റിഫ്ലക്ഷൻ നടന്നു എന്ന് നോക്കി നമുക്ക് കൗണ്ട് ചെയ്യാം. പാത്ത് ഓഫ് ദ ലൈറ്റ് റേ ഷാൽ ഓൾസോ ബി ഷോൺ. ഇത് ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇത് ഇങ്ങനെ വന്നു, ഫൈനലി ഇത് ഇങ്ങനെ വന്നു. അപ്പൊ നമ്പർ ഓഫ് റിഫ്ലക്ഷൻ ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ഫസ്റ്റ് റിഫ്ലക്ഷൻ സംഭവിച്ചു, സെക്കൻഡ് റിഫ്ലക്ഷൻ ഇവിടെ, തേർഡ് ഇവിടെ, ഫോർത്ത് ഇവിടെ, ഫിഫ്ത്ത് ഇവിടെ. അപ്പൊ 5 റിഫ്ലക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ലൈറ്റ് വിൽ നെവർ കം ഔട്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഇറ്റ് ഇസ് റോങ്. നെവർ കം ഔട്ട് എന്ന് പറയുന്നത് റോങ് ആണ്. 60 പതിക്കുന്നതെങ്കിൽ 5 റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വരും. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഡി, ദ റേ ഓഫ് ലൈറ്റ് വിൽ നെവർ കം ഔട്ട് ഫോർ തീറ്റ എൽ ഈസ് ഇൻ ബിറ്റ്വീൻ L/2 and 0. ഏതോ ഒരു ലെങ്ത്. ഇറ്റ് വിൽ നെവർ കം ഔട്ട് എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ 6 വിൽ കം ഔട്ട്. സി, ഞാൻ വായിച്ചത് തെറ്റിപ്പോയി. ദ ലൈറ്റ് റേ വിൽ കം ഔട്ട് for 60 for this length after 6 reflection. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഇത്, ഒരു വ്യത്യാസവും ഇല്ല. ഞാൻ വരച്ച് കാണിക്കാം. 6 റിഫ്ലക്ഷൻ അല്ല, 5 റിഫ്ലക്ഷനേ വരുള്ളൂ, അല്ലേ? നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. സി, പാരലൽ, ബേസിന് പാരലായിട്ട് പോവും,
ഈ ഫേസിന് പാരലൽ ആയിരിക്കും. Just like this. Then what does it do? Goes parallel. Then it goes like that. See here children, ഞാൻ വരച്ചത് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഫസ്റ്റ് റിഫ്ലക്ഷൻ, ഇത് സെക്കൻഡ് റിഫ്ലക്ഷൻ, തേർഡ് റിഫ്ലക്ഷൻ, ഫോർത്ത് റിഫ്ലക്ഷൻ, ഫിഫ്ത്ത് റിഫ്ലക്ഷൻ ആൻഡ് കമ്മിങ് ഔട്ട്. അപ്പോൾ സിക്സ്ത് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾക്ക് ഫിസിക്സുമായിട്ട് വലിയ ബന്ധമുള്ള കാര്യമുള്ള ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ അറിയാമെങ്കിൽ, കുറച്ച് ജോമെട്രിയെ കുറിച്ച് ഐഡിയയും അറിയാമെങ്കിൽ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ ഓപ്ഷനും എടുത്തിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ അല്ലയോ എന്ന്. ഇതാ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു, സെക്കൻഡ് ഓപ്ഷനും കറക്റ്റ് ആയിരുന്നു, തേർഡ് ഓപ്ഷൻ റോങ് ആണ്, ഫോർത്ത് ഓപ്ഷനും റോങ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എയും ബിയും മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഇത് ഈ പേപ്പറിലെ വൺ ഓഫ് ദ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും വിട്ടുകളയരുത്, നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. 6 ചാർജസ് ആർ പ്ലേസ്ഡ് അറൌണ്ട് എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് എ. ഇതൊരു റെഗുലർ ഹെക്സഗൺ, അതിന്റെ സൈഡ് എ, അതിന് ചുറ്റും 6 ചാർജ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഷോൺ ഇൻ ദ ഫിഗർ 5 ഓഫ് ദം ഹാവ് ചാർജ് ക്യൂ. 5 എണ്ണത്തിലെ ചാർജ് ക്യൂ ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് റിമൈനിങ് ഹാസ് ചാർജ് എക്സ്. ഇത് കണ്ടോ, ഈ ആറാമത്തെ ചാർജ് എക്സ് ആണ്. Perpendicular from each charge to the nearest hexagon passes through the center of the hexagon and it bisects the side. എന്ന് പറഞ്ഞാൽ ഒരു ചാർജിൽ നിന്ന് നിങ്ങൾ സെന്ററിലേക്ക് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, ലൈൻ വരച്ചാൽ അത് സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നു, അതുപോലെ സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു. ഈ രണ്ട് സൈഡുകളുടെ ഈ രണ്ട് ലെങ്തും ഈക്വൽ ആണെന്ന്. ബൈസെക്ഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇതിന്റെ ജോമെട്രിയെ കുറിച്ച് നമുക്ക് ആദ്യമേ ചിന്തിക്കാം. ഫസ്റ്റ് ഈ ലെങ്ത് എത്രയായിരിക്കും എന്ന് ചിന്തിക്കാം. ഇതിന്റെ സൈഡ് എ ആണല്ലോ കുട്ടികളെ. സൈഡ് എ ആണെങ്കിൽ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് ഈ കോർണറിൽ നിന്ന് സെന്ററിലേക്ക് വരയ്ക്കുന്ന ലൈനിന്റെ ലെങ്തും എ ആയിരിക്കും. ഈ ആംഗിൾ 60 ആയിരിക്കും, ഈ ആംഗിൾ 60. അപ്പൊ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ സൈൻ 60 ആണ്. ഞാനിവിടെ എഴുതുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. എ സൈൻ, അല്ലെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. ലെറ്റ് മീ റൈറ്റ്. സി, ലെറ്റ് മീ റൈറ്റ് നീറ്റിൽ. ഈ സൈഡ് എന്താണ്? എ ആണ്. ഈ ലെങ്ത് നമുക്ക് വേണം. ഓക്കെ, ഈ ലെങ്ത് വേണം. നമുക്ക് ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം. ലെറ്റ് മീ റൈറ്റ് ദാറ്റ്. ദിസ് പർട്ടിക്കുലർ ആംഗിൾ ഈസ് വാട്ട്? 60 ഡിഗ്രി. അപ്പോൾ ഈ സൈഡ് എത്രയാണ് നോക്കിയേ. ഈ സൈഡ് എത്രയാണ് നോക്കൂ. ദാറ്റ് സൈഡ് ഈസ് എ സൈൻ 60 എന്ന് പറഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ √3a/2 അല്ലേ. അപ്പം ഈ ലെങ്തും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ലെങ്തും എത്രയാണ്? √3a/2. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. ഈ ചാർജുകളെ എല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് മീ ജോയിൻ ദിസ് ചാർജ്. ചാർജ് എല്ലാം കൂടെ ജോയിൻ ചെയ്താൽ എനിക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. വാട്ട് ഡു ഐ ഗെറ്റ്? ഐ വിൽ ഗെറ്റ് അഗെയിൻ എ റെഗുലർ ഹെക്സഗൺ. ആ റെഗുലർ ഹെക്സഗന്റെ നോക്കൂ, ആ റെഗുലർ ഹെക്സഗന്റെ സൈഡ് എത്രയായിരിക്കും എന്നറിയാവോ? സൈഡ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സെന്ററിൽ നിന്ന് കോർണറിലേക്ക് ജോയിൻ ചെയ്യുന്ന അതേ ലെങ്ത് ആയിരിക്കും സൈഡിനും ഉണ്ടാകുക. അത് ഹെക്സഗന്റെ പ്രോപ്പർട്ടിയാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതെത്രയാ? √3a/2. ഇതും √3a/2. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ √3a എന്ന് വരും. ഇതിന്റെ സൈഡ് √3a ആണ്. എന്ന് പറഞ്ഞാൽ ഈ ലെങ്തും എത്രയാ? √3a. എല്ലാ ലെങ്തും √3a. നോക്കൂ, ഇതും √3a. ഈ ലെങ്തും √3a. ദിസ് ലെങ്ത് ഓൾസോ √3a. ദിസ് ലെങ്ത് ഓൾസോ √3a. ഇതിന്റെ ജോമെട്രി നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ വെച്ചിരിക്കുന്ന ചാർജ് എല്ലാം സെന്ററിൽ നിന്ന് ഒരേ അകലത്തിലാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. ആ അകലം എത്രയാണെന്ന് അറിയാം. ദാറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു √3a. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. ഇനി ഓരോ ഓപ്ഷനും എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, when x is equal to 0, the magnitude of electric field at O is 0. x is equal to q. See, x is equal to q. x q ആകുമ്പോൾ ഇത് കണ്ടോ, ഒരു സിമെട്രിക് അറേഞ്ച്മെന്റ് അല്ലേ. 8 ചാർജ്, 8 ആണോ? എത്രയാ? 2 6 ചാർജ്. ഹെക്സഗൺ ആണല്ലോ. 6 ചാർജ് സിമെട്രിക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് വിത്ത് റെസ്പെക്ട് ടു. ഓക്കെ, സിൻസ് അറേഞ്ച്മെന്റ് ഓഫ് ചാർജ് ഈസ് സിമെട്രിക്, സിൻസ് charge is symmetric, ചാർജ് ഈ സിമെട്രിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചാർജിന്റെ അറേഞ്ച്മെന്റ് സിമെട്രിക് ആണെന്നാണ്. വിത്ത് റെസ്പെക്ട് ടു
O, point O, with respect to point O, this is a symmetric charge arrangement. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എത്തായിരിക്കും 0 ആണെന്ന് നമുക്കറിയാം. Therefore, this is correct. That is so simple. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നോക്കൂ, when x is equal to minus q, magnitude of electric field at O is given here. x is equal to minus q കൊടുക്കാം. minus q, x is equal to minus q. അപ്പോൾ നമുക്ക് അറിയാലോ x is equal to plus q ആണെങ്കിൽ നെറ്റ് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത് മൈനസ് ക്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പോസിറ്റ്, ഡയഗണലി ഓപ്പോസിറ്റ് ഉള്ള ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. ഇതും ക്യാൻസൽ ആവും ഇലക്ട്രിക് ഫീൽഡ്. ഇതും ക്യാൻസൽ ചെയ്യും അല്ലേ? പക്ഷെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമെന്ന് വിചാരിക്കരുത്. കാരണം ഈ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ്. ലെറ്റ് മീ യൂസ് അനദർ കളർ ദാറ്റ് വിൽ ബി വിസിബിൾ ടു യു ദെൻ. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോസിറ്റീവ് ചാർജ് ആണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു നെഗറ്റീവ് ചാർജും അങ്ങോട്ട് തന്നെയാണ്. അപ്പം ആഫ്റ്റർ ഓൾ ഈ ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സെൻട്രലിൽ ഉണ്ടാവും. ബാക്കി 4 ചാർജ് ഉണ്ടാക്കുന്നത് എന്തായിരിക്കും? ക്യാൻസൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കാരണം 2 ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. Therefore, electric field is equal to, let me write, electric field is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം 2 ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ് ശേഷിക്കുക. 1 divided by 4 pi epsilon naught magnitude of charge divided by distance in the square. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? √3a. അതേ ഡിസ്റ്റൻസ് ആണ് ഇതും ഇല്ലേ? √3a. അപ്പോൾ √3a ഹോൾ സ്ക്വയർ, ഡിസ്റ്റൻസ് ഇൻ ടു സ്ക്വയർ. ഇത് എത്ര കിട്ടും കുട്ടികളെ? ഈസ് ഈക്വൽ ടു q ഡിവൈഡഡ് ബൈ 6 pi epsilon naught a square എന്ന് കിട്ടി. 6 pi epsilon naught a square. Is it right? Q divided by 6 pi epsilon naught a square. Okay, this option is right. ഇനി ഓപ്ഷൻ സിയിലേക്ക് നമുക്ക് കിടക്കാം. ഇതും മൊറോർലെസ് അതുപോലെ തന്നെയാണ്. വെൻ q is equal to 2q, x is equal to 2q ആണെന്ന് വിചാരിക്കുക. എന്താ വേണ്ടത് നമുക്ക്? ദ പൊട്ടൻഷ്യൽ അറ്റ് O is this much. ഓക്കെ, അപ്പൊ ഈ സെന്ററിൽ എത്ര ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഉണ്ടാവും? ഇതുണ്ടാക്കുന്നു, ഈ 7 ചാർജ് ഉണ്ടാക്കുന്ന 7 ക്യൂ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ സെന്ററിൽ ഉണ്ടാവും. ബിക്കോസ് എല്ലാം പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. അൾജിബ്രിക് സമ്മ പോസിറ്റീവ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ചാർജ് എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണല്ലോ. അപ്പൊ ഒരു ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? Therefore, potential is equal to 7 into 7 ചാർജ് ഉള്ളതുകൊണ്ട് 1 divided by 4 pi epsilon naught q divided by ഡിസ്റ്റൻസ് സ്ക്വയർ അല്ല, ഡിസ്റ്റൻസ് എത്രയായിരുന്നു? √3a ആയിരുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. എല്ലാ ചാർജും √3a ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ v is equal to what you can write? 7q divided by 4√3 pi epsilon naught a. Okay, that is correct, isn't it? Okay, this option also is correct. ഇനി ലാസ്റ്റ് ഓപ്ഷനിലേക്ക് നമുക്ക് കിടക്കാം. What is that? നോക്കൂ, when x is equal to -3q, എക്സിന് -3q വാല്യൂ കൊടുക്കുക. q, the potential at q is -3q divided by this. ഓക്കെ, നമുക്ക് നോക്കാം നെറ്റ് ചാർജ് എത്രയാണെന്ന് നോക്കൂ. എല്ലാ ചാർജും ഒരേ ഡിസ്റ്റൻസിലാണ്. നെറ്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എടുത്താൽ മതി. നെറ്റ് ചാർജ് എത്രയാ? പോസിറ്റീവ് ചാർജ് എത്രയാ? 5q. നെഗറ്റീവ് ചാർജ് എത്രയാ? 3q. അപ്പൊ ഇത് രണ്ടൂടെ, അല്ലെങ്കിൽ ഈ 3q ഉണ്ടല്ലോ, -3q, പോസിറ്റീവ് 3qനെ ക്യാൻസൽ ചെയ്യും, പൊട്ടൻഷ്യലിനെ ക്യാൻസൽ ചെയ്യും. ഈ 3 ഉണ്ടാക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇതൊറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ക്യാൻസൽ ചെയ്യും. പിന്നെ 2 ചാർജ് അല്ലേ ഉള്ളൂ. അപ്പൊ ഈ 2 ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി. ദാറ്റ് വിൽ ബി ദ നെറ്റ് പൊട്ടൻഷ്യൽ വിച്ച് വിൽ ബി പോസിറ്റീവ്. അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നെഗറ്റീവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 1 divided by 4 pi epsilon naught q divided by distance is √3a. What you will get, children? You will get q divided by 2√3 pi epsilon naught a എന്ന് കിട്ടും. 2√3 pi epsilon naught a. പക്ഷേ അത് തന്നിട്ടുള്ള ഓപ്ഷൻ റോങ് ആണ്. ഇപ്പം നമ്മൾ കണ്ടു 3 ഓപ്ഷനിൽ ഏതൊക്കെയായിരുന്നു? 4 ഓപ്ഷനിൽ 3 ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് കണ്ടു അല്ലേ? ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്, this is correct, and this is correct, this also is correct, but last option is wrong. അതുകൊണ്ട് 3 നിങ്ങൾ എൻറ്റർ ചെയ്യണം. ഇനി ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 14th ക്വസ്റ്റ്യൻ. സെക്ഷൻ 2 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, ഇതൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. മോറോർലെസ് ഇറ്റ് ഈസ് തിയററ്റിക്കൽ. ഓക്കെ,
The binding energy of nucleon in nucleus can be affected by pairwise Coulomb repulsion. Assume that all nucleons are uniformly distributed inside the nucleus. Let the binding energy of the proton EBP and the binding energy of neutron EBN in the nucleus. Which of the following statement is correct? കുറേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യമേ ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, പ്രപ്പോസ് ടു ഇസഡ് ഇൻറ്റു ഇസഡ് മൈനസ് വൺ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഡിഫറൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ പറയുന്നുണ്ട്. ലെറ്റ് സി ഹിയർ. ഞാനിവിടെ 2 ന്യൂട്രോൺ എടുത്തിട്ടുണ്ട്, 2 പ്രോട്ടോണും എടുത്തിട്ടുണ്ട്. അതിൻ്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ. ഇവ തമ്മിൽ എന്തുണ്ടാവും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവും. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഡ്യൂ ടു വിച്ച് ദർ ഇസ് എ ബൈൻഡിങ് എനർജി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രോട്ടോൺ പ്രോട്ടോൺ ന്യൂക്ലിയർ ഫോഴ്സും പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂക്ലിയർ ഫോഴ്സും അതുപോലെ ന്യൂട്രോൺ ന്യൂട്രോൺ ന്യൂക്ലിയർ ഫോഴ്സും എല്ലാം ഈക്വൽ ആയിരിക്കും, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള, സ്പിൻ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെ പഠിച്ചിട്ടുള്ള. അതുകൊണ്ട് ബൈൻഡിങ് എനർജി ഡ്യൂ ടു ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് എല്ലാത്തിനും സെയിം ആയിരിക്കും. പ്രോട്ടോണിനും ന്യൂട്രോണിനും സെയിം ആയിരിക്കും. മനസ്സിലായോ? ബൈൻഡിങ് എനർജി, ലെറ്റ് മീ റൈറ്റ്, ബൈൻഡിങ് എനർജി ഡ്യൂ ടു ബൈൻഡിങ് എനർജി ഓഫ് proton and neutrons what? Due to what? Nuclear force means strong nuclear force is same കാരണം അവ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഫോഴ്സ് സെയിം ആയതുകൊണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് പ്രോട്ടോന്റെ ന്യൂട്രോന്റെ ബൈൻഡിങ് എനർജി ഡിഫർ ചെയ്യാൻ കാരണം? അത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, പെയർ വൈസ് കൂളംസ് റിപ്പൽഷൻ. ഓക്കെ, സോ but due to Coulomb repulsion, due to Coulomb force, Coulomb's force അല്ലെങ്കിൽ Coulomb's interaction അല്ലെങ്കിൽ Coulomb force തന്നെ എഴുതാം. Coulomb force, binding energy differs. Binding energy differs between proton and neutron. ഓക്കെ, മനസ്സിലായോ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ Coulomb റിപ്പൾസീവ് ഫോഴ്സ് ആണ്. അപ്പൊ പ്രോട്ടോണിൽ 2 കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു, 2 ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. ഏതൊക്കെയാ? ന്യൂക്ലിയർ ഫോഴ്സും Coulomb ഫോഴ്സും. പക്ഷെ ന്യൂട്രോണിന്റെ കേസിൽ ന്യൂക്ലിയർ ഫോഴ്സ് മാത്രമേ ഓപ്പറേറ്റീവ് ആയിട്ടുള്ളൂ. ദർ ഇസ് നോ Coulomb ഫോഴ്സ്. ദെർഫോർ ഈ 2 ബൈൻഡിങ് എനർജി ഡിഫർ ചെയ്യാനാണ് സാധ്യത. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. ദ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ദ ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജി ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് കോൺട്രിബ്യൂട്ട് ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ പ്രോട്ടോൺ. ഈ പ്രോട്ടോണിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, വൺസ് അഗെയിൻ ഐ റീഡ്, ദ ഡിഫറൻസ് ഇൻ ബൈൻഡിങ് എനർജി ഈസ് ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പോസിറ്റീവ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ, ലെറ്റ് മീ റൈറ്റ്, ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ, ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ഈ ഡിഫറൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഈ ബൈൻഡിങ് എനർജിയുടെ ഡിഫറൻസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഡിഫറൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ആണ്. ഇതാ, ദിസ് ഡിഫറൻസ് ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. ഇനി ഈ ഡിഫറൻസ് എന്താണെന്ന് എക്സാക്ട്ലി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുക അല്ലേ? Therefore, EB of proton minus binding energy of neutron is equal to Z into total potential energy ആണ് നമുക്ക് വേണ്ടത്. Z into potential energy of one proton due to all other proton. ഒരു പ്രോട്ടോന്റെ പൊട്ടൻഷ്യൽ എനർജി is contributed by the interaction of due to all other proton. Therefore, let me write it. This one is Z into potential energy of one proton. എങ്ങനെ എഴുതുന്നത്? 1 divided by 4 pi, 1 divided by 4 pi epsilon naught, charge of one proton, E. Charge of all other proton എന്ന് പറഞ്ഞാൽ
ഓൾ ഓവർ എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് 1 ആണ്. ഇസഡ് പ്രോട്ടോൺ ഉണ്ട്, അതിൽ നിന്ന് ഒരു പ്രോട്ടോണിനെയാണ് നമ്മൾ പരിഹരിച്ചത്. അപ്പോൾ ഓൾ ഓവർ പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ ഇസഡ് മൈനസ് 1 പ്രോട്ടോൺ ഉണ്ട്. ഇസഡ് മൈനസ് 1 പ്രോട്ടോണിന്റെ ചാർജ് ഇസഡ് മൈനസ് 1 ഇ ആണ്. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺ. 2 പ്രോട്ടോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, പ്രോട്ടോൺ ടു പ്രോട്ടോൺ അത് ഡിഫർ ചെയ്യും ഇല്ലേ? പക്ഷെ നമ്മൾ ഒരു ആവറേജ് ഡിസ്റ്റൻസ് ആണ് അസ്യൂം ചെയ്യാൻ പോകും. നോക്കിയേ, പ്രോട്ടോൺ ഒരു സിറ്റുവേഷൻ എന്താന്ന് ചോദിച്ചാൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉള്ള പ്രോട്ടോണും ഉണ്ട്, വളരെ അടുത്തുള്ള പ്രോട്ടോണും ഉണ്ട്. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഡിഫർ ചെയ്യുന്നത് 0 to 2r ആണ്. 0 to 2r. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 + 2r ഡിവൈഡഡ് ബൈ ആവറേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡിവൈഡ് ബൈ 2. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? റേഡിയസിന് ഈക്വൽ ആണ്. ആവറേജ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ. ഇറ്റ്സ് എ റഫ് കാൽക്കുലേഷൻ, നോട്ട് ആൻ എക്സാക്ട് കാൽക്കുലേഷൻ. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് എ വെരി റഫ് കാൽക്കുലേഷൻ. Therefore the distance is taken to be the average distance. ഇനി നോക്കിയേ, അന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഈ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇ ബി ഓഫ് പ്രോട്ടോൺ മൈനസ് ഇ ബി ഓഫ് ന്യൂട്രോൺ ഈസ് directly proposed to z into z minus 1. You can see here, look here, z into here it is, z into z minus 1. Is it set there? ഓപ്ഷൻ ഓപ്ഷൻ 1 അതുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 കറക്റ്റ്. ഇനി നമുക്ക് 2 ഓപ്ഷനോടെ കറക്റ്റ് ചെക്ക് ചെയ്യാനുണ്ട്. ഇത് പ്രപ്പോർഷണൽ ടു a to the power -1/3 ആണോ, വേർ a is the mass number of the nucleus. അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഈ ഓപ്ഷനാണ് കേട്ടോ. നമ്മൾ ഈ 2 ഓപ്ഷൻസ് ഓൾറെഡി കറക്റ്റ് ആണെന്ന് കണ്ടു. ഏതൊക്കെ? എയും സിയും. ഇനി ബി ചെക്ക് ചെയ്യണം. നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ വാട്ട് ഈ ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോസ് ടു ആർ ആണെന്ന് കണ്ടു. ഞാൻ മൊത്തം ഇക്വേഷൻ എഴുതുന്നില്ല, അതിൻ്റെ പ്രപ്പോർഷണാലിറ്റി പാർട്ട് മാത്രം ഞാൻ എടുക്കുകയുള്ളൂ. ഇനി യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ആർ ഈസ് ഈക്വൽ ടു r0 a to the power 1/3 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് connected to its number of nucleon in this manner. Let me write that. Therefore, EB of proton minus EB of neutron is inversely proportional to R a to the power 1/3. But this can be written as it is inversely, or you can write a to the power -1/3 എന്ന് എഴുതാം. അപ്പോൾ ഈ പറയുന്നത് കറക്റ്റ് അല്ലേ? ദിസ് ഈസ് ഓൾസോ കറക്റ്റ്. ഇനി ഒരു ഓപ്ഷനോടെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളൂ. നോക്കി, ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ ഇൻക്രീസസ് ഇഫ് ദ ന്യൂക്ലിയസ് അണ്ടർഗോസ് ബീറ്റ ഡികെ എമിറ്റിംഗ് പോസിട്രോൺ. ലെറ്റ് us ചെക്ക് ദാറ്റ്. പോസിട്രോൺ എമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോട്ടോൺ എന്തായി മാറുന്നു? ഒരു ന്യൂട്രോണായി മാറുന്നു. ന്യൂട്രോണും പോസിട്രോണുമായി മാറുന്നു എന്ന് പറഞ്ഞാൽ +1 0, ദിസ് ഈസ് 1 0, ദിസ് ഈസ് +1 1. ദിസ് ഈസ് ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ പോസിട്രോൺ എമിഷന്റെ സമയത്ത് പ്രോട്ടോൺ നഷ്ടപ്പെടുന്നു, ന്യൂട്രോൺ കൂടുന്നു. അപ്പോൾ ഈ ഡിഫറൻസ് ഓഫ് ദ എനർജി എന്തായിരുന്നു നമ്മൾ കണ്ടത്? ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് ന്യൂട്രോൺ ഈസ് ഡയറക്ട്ലി പ്രപ്പോസ് ടു z into z minus 1 എന്നാണ് നമ്മൾ കണ്ടത്. അല്ലെങ്കിൽ ഇറ്റ്സ് ഡയറക്ട്ലി ഓർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്നാണ് കണ്ടത് അല്ലേ? അപ്പം ഈ പ്രോസസ്സിന്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ സാധനം z കുറയും. z കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ കുറയുക എന്നാണ് അർത്ഥം. മനസ്സിലായോ? a മൈനസ് ബി ഈസ് ഈക്വൽ ടു സി ആണെന്ന് വിചാരിക്കുക. സി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ a കുറഞ്ഞു എന്നല്ലേ അതിന്റെ അർത്ഥം? Therefore, as z decreases, ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ മസ്റ്റ് ഓൾസോ ഡിക്രീസ്. പക്ഷെ ഇവിടെ ഇൻക്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? Therefore, that is wrong. അപ്പൊ ഈ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ എ കറക്റ്റ് ആയിരുന്നു, ബി കറക്റ്റ് ആയിരുന്നു, സി കറക്റ്റ് ആയിരുന്നു, ഡി റോങ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്ഷൻ 2 എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്ഷൻ 3 വേറൊരു വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.